യെഹെസ്കേൽ പ്രവചനം 3-ാം അധ്യായം 12-ാം വാക്യം വായിച്ചുകൊണ്ട് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. യെഹെസ്കേലിന്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യം ആരംഭ ഭാഗം ആ വാക്യം വായിച്ചാട്ടെ. യെഹെസ്കേൽ 3:12. അപ്പോൾ ആത്മാവ് എന്നെ എടുത്തു, യഹോവയുടെ മഹത്വം സ്വസ്ഥലത്തു നിന്ന് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് ഞാൻ വലിയ മുഴക്കത്തോടെ ഒരു ശബ്ദം എൻ്റെ പിറകിൽ കേട്ടോ. ഒരു ശബ്ദം വലിയ മുഴക്കത്തോടെ എൻ്റെ പിറകിൽ കേട്ടോ. ഇന്ന് പകൽ നിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് ഒരു മനുഷ്യനായിരിക്കാം. പക്ഷേ ഇന്ന് പകൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യന്റെ ശബ്ദത്തിനപ്പുറമായ ഒരു വലിയ മുഴക്കത്തിന്റെ ശബ്ദം നിന്റെ പിമ്പിൽ നിന്ന്, യഹോവയുടെ ശബ്ദം, ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം നീ കേൾക്കുക. പലപ്പോഴും ദൈവശബ്ദം പുറകിൽ നിന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പറഞ്ഞു, ഞാൻ കേട്ട ശബ്ദം എന്തെന്നറിവാൻ തക്കവണ്ണം ഞാൻ തിരിഞ്ഞു നോക്കി. ഞാൻ കേട്ട ശബ്ദം എന്തെന്നറിവാൻ തക്കവണ്ണോ ഞാൻ തിരിഞ്ഞു നോക്കി എന്ന് പറഞ്ഞാൽ, ഇന്നലകളിൽ ഞാൻ നടന്നു വന്ന വഴികളിൽ ഒന്നും കണ്ടില്ല. ഇന്നലകളിൽ പാഴും ശൂന്യവും എന്ന് കരുതിയ ചില വിഷയങ്ങൾ, എന്നാൽ പിറകിൽ നിന്നൊരു ശബ്ദം കേട്ടോ. തിരിഞ്ഞു നോക്കിയപ്പോൾ ശൂന്യത നിറഞ്ഞ ഇടത്ത് 7 നക്ഷത്രങ്ങൾ വലങ്കയിൽ പിടിച്ചുകൊണ്ട് ഇതാ 7 നിലവിളക്കുകൾ അവിടെ ഇരിക്കുന്നത് ഞാൻ കണ്ടോ. ഇന്ന് പകൽക്കാല നിന്റെ പിറകിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. നീ തിരിഞ്ഞു നോക്കുമ്പോൾ ഇരുട്ട് നിറഞ്ഞ ഇടത്ത് 7 വിളക്കുകൾ കാണുവാൻ പോവുകയാണ്. നീ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന പകലാണിത്. നിന്റെ പിറകിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. നീ പാസ് ചെയ്തോ, നീ കഴിഞ്ഞു പോയി, എല്ലാം തീർന്നുവെന്ന് പറഞ്ഞ ചില വിഷയങ്ങളിൽ പിറകിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. A sound in your past, a sound in your past. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു നിന്റെ ബിഹൈൻഡിൽ, നിന്റെ പുറകിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. നിനക്ക് മുൻപിലുള്ളത് കാണാൻ പറ്റാ, പക്ഷെ നിന്റെ പുറകിലുള്ളത് നിനക്ക് കാണാൻ കഴിയത്തില്ല. നിനക്ക് കാണാൻ കഴിയാത്ത വിഷയങ്ങളിൽ, നിനക്ക് കാണാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ, നിനക്ക് കാണാൻ കഴിയാത്ത സന്ദർഭങ്ങളിൽ ഇതാ ഒരു ശബ്ദം മുഴങ്ങുകയാണ്. ആ ശബ്ദം നിനക്ക് വേണ്ടി ഇങ്ങനെ പറയുന്നു, യഹോവയുടെ മഹത്വം വാഴ്ത്തപ്പെടട്ടെ, യഹോവയുടെ മഹത്വം വാഴ്ത്തപ്പെടട്ടെ. അന്ധകാര ശക്തികൾ സ്തുതിക്കപ്പെട്ട ഇടത്ത്, പൈശാചിക അധികാരങ്ങൾ ജൈവിളിക്കപ്പെട്ട ഇടത്ത്, ആഭിചാരങ്ങൾ തലകുത്തി നിന്ന ഇടത്ത് ഇന്ന് പകൽ ദൈവത്തിന്റെ അഭിഷക്തൻ വിളിച്ചു പറയുന്നു, അവിടെ യഹോവയുടെ മഹത്വം, His glory shall be magnified, His glory shall be. അവന്റെ മഹത്വം, അവന്റെ മഹത്വം, അവന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം വാഴ്ത്തപ്പെടും. ഹല്ലേലൂയ. യഹോവയുടെ മഹത്വം അത് സ്വസ്ഥലത്തു നിന്ന് വാഴ്ത്തപ്പെടോ. അങ്ങനെയെങ്കിൽ യഹോവയുടെ മഹത്വത്തിന്റെ സ്വന്തം സ്ഥലം ഏതാ? ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയാ, യഹോവയുടെ മഹത്വത്തിന്റെ സ്വന്തം സ്ഥലം, the on place of the glory of God, the on seat of the glory of God, അത് ഞാൻ തന്നെയാണ്. His place, അവന്റെ സ്ഥലം ഞാനാണ്, അവന്റെ സിംഹാസനം ഞാനാണ്. I am the throne of God, I am the seat of God, I am the house of God. ഇന്ന് പകൽക്കാല ദൈവ മഹത്വം ഒരു പള്ളിമേടയ്ക്കകത്തു നിന്നല്ല. ദൈവ മഹത്വം ഏതെങ്കിലും കെട്ടിയുണ്ടാക്കിയ ഒരു കെട്ടിടത്തിനകത്തു നിന്നല്ല. ദൈവ മഹത്വം ഫ്രം ഹിസ് പ്ലേസ് എന്ന് പറഞ്ഞാൽ അവന്റെ സ്വന്തമായിരിക്കുന്ന നിന്നിൽ നിന്ന്, നിന്നിൽ നിന്ന്, നിന്നിൽ നിന്ന് ഇന്ന് പകൽ എത്ര പേർക്ക് പറയുവാൻ കഴിയാ, the glory of God is going to be magnified in me. എന്നിൽ നിന്ന്, എന്റെ ശരീരത്തിൽ നിന്ന്, എന്റെ കുടുംബത്തിൽ നിന്ന്, എന്റെ കുഞ്ഞുങ്ങളിൽ നിന്ന്, എന്റെ തലമുറയിൽ നിന്ന് ദൈവമഹത്വം വെളിപ്പെടാൻ പോവുകയാണ്. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ കരമടിച്ച് സ്തോത്രം പറ, കരമടിച്ച് സ്തോത്രം പറ. കുഞ്ഞുങ്ങളുടെ മേലൊക്കെ അഭിഷേകം റിലീസ് ചെയ്യപ്പെടട്ടെ. ഹോളി സ്പിരിറ്റ്, യഹോവയുടെ മഹത്വം ഇന്നലകളിൽ യെരൂശലേമിന്റെ ദൈവാലയത്തിൽ നിന്നായിരിക്കാം, ഇന്നലകളിൽ ഏതെങ്കിലും പള്ളിക്കൂടാരങ്ങളിൽ നിന്നായിരിക്കാം. പക്ഷേ ഇന്ന് സിസ്റ്റം മാറുകയാണ്. ഫ്രം ഹിസ് പ്ലേസ്, നിന്റെ ശരീരത്തിൽ നിന്ന്, നിന്റെ മുഖത്തു നിന്ന്, നിന്റെ ജീവിതത്തിൽ നിന്ന് ദൈവമഹത്വം വെളിപ്പെട്ടു വരോ. ദൈവമഹത്വം അവിടെ നിന്ന് വാഴ്ത്തപ്പെടോ. നീ നടക്കുന്ന ഇടത്ത്, നീ ചലിക്കുന്ന ഇടത്ത്, നീ ശുശ്രൂഷിക്കുന്ന ഇടത്ത്
നീ സംസാരിക്കുന്ന ഇടത്ത്, നീ തൊടുന്ന ഇടത്ത് അവിടെ ദൈവമഹത്വം വെളിപ്പെടും. ഇന്ന് പകൽക്കാല നീ ദൈവത്തിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്യുമെങ്കിൽ, നീ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുമെങ്കിൽ, ഇഫ് യു ക്യാൻ സറണ്ടർ യുവർസെൽഫ് ഫോർ ദ വിൽ ഓഫ് ഗോഡ്, നീ ദൈവത്തിന് വേണ്ടി നിന്നെ തന്നെ കൊടുക്കുമെങ്കിൽ, ഇന്ന് പകൽ ഞാൻ പറയുന്നു, ദൈവമഹത്വം വാഴ്ത്തപ്പെടുന്നത് മറ്റൊരിടത്തു നിന്നും ആയിരിക്കത്തില്ല. ദൈവമഹത്വം വെളിപ്പെടുന്നത് അത് നിന്നിൽ നിന്നായിരിക്കാം, നിന്റെ ശരീരത്തിൽ നിന്നായിരിക്കാം, നിന്റെ കുടുംബത്തിൽ നിന്നായിരിക്കാം. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തിന് സമർപ്പിച്ചു കൊടുത്താട്ട് ദൈവമഹത്വം നിന്നിൽ നിന്ന് വെളിപ്പെടാം, ദൈവമഹത്വം നിന്നിൽ നിന്ന് പുറത്തു വരും, ദൈവമഹത്വം നിന്നിൽ നിന്ന് വാഴ്ത്തപ്പെടും. You shall the visible display of his glory. നീ ദൈവമഹത്വത്തിന്റെ വാഹകനാകാം, നീ ദൈവമഹത്വത്തിന്റെ പ്രദർശിതാവായി മാറ്റപ്പെടാം. യഹോവയുടെ മഹത്വം സ്വസ്ഥലത്തു നിന്ന് വാഴ്ത്തപ്പെടട്ടെ. ദൈവത്തിന്റെ സ്വന്തം സ്ഥലത്തു നിന്ന് ദൈവം തന്റെ മഹത്വത്തെ മാനിഫെസ്റ്റ് ചെയ്യുമെന്ന്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും, ഐ ആം ദ ഓൺ പ്ലേസ് ഓഫ് ഗോഡ്. ആ ദൈവത്തിന്റെ സ്വന്തം സ്ഥലം ഞാനാണ്, ആ ദൈവത്തിന്റെ സ്വന്തം വീട് ഞാനാണ്, ആ ദൈവത്തിന്റെ ശരീരം ഞാനാണ്. ഇന്ന് പകൽ ദൈവത്തിന് നീ നിന്നെ തന്നെ സമർപ്പിക്കുമ്പോൾ നിന്നിൽ നിന്ന് ദൈവമഹത്വം, ഹോളി സ്പിരിറ്റ്, റിഫ്ലക്ട് ദ ഗ്ലോറി, റിഫ്ലക്ട് ദ ഗ്ലോറി. ഇന്നലകളിൽ ഇന്നലകളിൽ പിശാച് കയറി നിന്ന് തന്റെ ശക്തി നിന്നിൽ കൂടെ വെളിപ്പെടുത്തിയെങ്കിൽ, ചില രോഗങ്ങൾ നിന്റെ ശരീരത്തിൽ വെളിപ്പെട്ട ഇടത്ത്, ചില രോഗങ്ങൾ നിന്റെ ശരീരത്തിൽ വെളിപ്പെട്ട ഇടത്ത്, അത് ഏത് വല്ലാത്ത രോഗവുമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ചില പുൺവായ്ക്കൾ അടഞ്ഞു പൊട്ടിയതുപോലെ, വിട്ടുമാറാത്ത പരുക്കളാൽ പുൺവായ്ക്കൾ അടഞ്ഞു പൊട്ടിയ ഇയ്യോബിന്റെ ശരീരം പോലെ നിരന്തരം ബോയിൽസ് കടന്നു വന്ന്, ശരീരത്തിൽ പുണ്ണുകൾ കടന്നു വന്ന് പിശാച് തന്റെ ശക്തി വെളിപ്പെടുത്തിയ നിന്റെ ശരീരത്തെ നോക്കി ഇന്ന് പകൽ ദൈവിക അധികാരത്തിൽ ഒരു ഹീലിംഗിനെ റിലീസ് ചെയ്തിട്ട്, ദൈവത്തിന്റെ അഭിഷക്തൻ എന്നുള്ള അധികാരത്തിൽ ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, ഇനിമേൽ നിന്റെ ശരീരത്തിൽ വ്രണങ്ങൾ വെളിപ്പെടത്തില്ല, ഇനിമേൽ നിന്റെ ശരീരത്തിൽ വ്രണങ്ങൾ വെളിപ്പെടത്തില്ല. ഐ റിലീസിംഗ് എ ഹീലിംഗ് ഇൻ ജീസസ് നെയിം. ദൈവം എന്റെ മേൽ ഇട്ടിരിക്കുന്ന അഭിഷേകത്തിന്റെ അധികാരത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, സുഖമാകാ, സുഖമാകാ. പകരം നിന്റെ ശരീരത്തിൽ ദൈവശക്തി വെളിപ്പെടട്ടെ, ദൈവമഹത്വം വെളിപ്പെടട്ടെ, ദൈവത്തിന്റെ ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യപ്പെടട്ടെ. ഐ കമാൻഡ് ഹീലിംഗ് ഓവർ യുവർ ബോഡി. ഇന്ന് പകൽ നിന്റെ ശരീരം രോഗത്തെ പ്രദർശിപ്പിക്കാനുള്ളതല്ല, നിന്റെ ശരീരം രോഗത്തെ പ്രദർശിപ്പിക്കാനുള്ളതല്ല. നോ മോർ ബോയിൽസ് ഇൻ യുവർ ബോഡി. ഐ ക്യാൻസൽ ഓൾ ദ സ്പിരിറ്റ് ഓഫ് ക്യാൻസർ. ഇതാ ഒരു ക്യാൻസറിന്റെ ദുരാത്മാവ് ഇതിനകത്തുനിന്ന് ചാടി വെളിയിൽ പോകുന്നു. വെളിവാ, 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 വെളിവാ. പരിശുദ്ധാത്മാവിന്റെ അധികാരത്തിൽ ഞാൻ പറയുന്നു, come out. വാടാ പിശാചേ വെളിയെ. സലമഹർഥാനിയ. ദൈവിക അധികാരത്തിൽ രോഗശക്തികളുടെ മേൽ ഞാൻ തീ വാരിയിടുന്നു, രോഗാധികാരങ്ങളുടെ മേൽ ഞാൻ തീ വാരിയിടുന്നു, രോഗാധികാരങ്ങളുടെ മേൽ ഞാൻ തീ വാരിയിടുന്നു. യെസ്, രോഗാധികാരങ്ങളുടെ മേൽ ഞാൻ തീ വാരിയിടുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ രോഗാധികാരങ്ങളുടെ മേൽ ഞാൻ തീ വാരിയിടുന്നു. യെസ്, ബാൽഖറ്റേനി മഹസതാനി റാഖറ്റാനിയ. യെസ്, 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 യെസ്. കുടുംബങ്ങളിൽ വ്യാപരിക്കുന്ന ക്യാൻസറിന്റെ പിമ്പിൽ നിന്റെ അകത്ത് കിടക്കുന്ന ദുരാത്മാവ് ഇന്ന് പകൽ ഞാൻ ദൈവിക അധികാരത്തിൽ അതിന്റെ മേൽ, അതിന്റെ മേൽ ഫയർ, ഫയർ, ഫയർ. ഷട്ടട്ടട്ടട്ടട്ടട്ട രട്ടട്ടട്ടട്ടട്ടട്ടട്ട നിന്റെ ശരീരം അൾസറിന്റെ ശരീരമല്ല, നിന്റെ ശരീരം അൾസറിന്റെ ശരീരമല്ല. യു ആർ ദ പ്രോപ്പർട്ടി ഓഫ് ഗോഡ്. നീ ദൈവത്തിന്റെ വകയാ, നിന്റെ ശരീരം ദൈവത്തിന്റെ വകയാ. ഇതാ നിന്റെ ശരീരത്തിൽ അൾസർ പിടിച്ച് അൾസറിന്റെ മാനിഫെസ്റ്റേഷൻ നിന്റെ ശരീരത്തിൽ നിൽക്കുന്നു. എന്നാൽ ഇന്ന് പകൽ അത് ക്യാൻസൽ ആവുകയാണ്. ഓൾ ദ സ്പിരിറ്റ് ഓഫ് എക്സിമ, ഓൾ ദ സ്പിരിറ്റ് ഓഫ് എക്സിമ, യഹോവയുടെ മഹത്വം തന്റെ സ്ഥലത്ത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടും. എക്സിമയല്ല, എക്സിമയല്ല, സോറിയാസിസ് അല്ല. ഇന്ന് പകൽ ഇതാ ഞാൻ ദൈവിക അധികാരത്തിൽ ഹീലിംഗിനെ റിലീസ് ചെയ്യുന്നു. എതിർക്കാൻ കഴിയുന്ന ദുഷ്ടശക്തികളുണ്ടെങ്കിൽ ഇപ്പോ കേറിവാ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. അഗ്നിമണ്ഡലത്തിനകത്തേക്ക്
ഞാൻ ഈ ജനത്തെ ലിഫ്റ്റ് ചെയ്യുന്നു. അഗ്നിമണ്ഡലത്തിനകത്തേക്ക് ഞാൻ ഈ ജനത്തെ ഷിഫ്റ്റ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ I command a fire atmosphere here. A fire atmosphere here. Who can stand against? Who can stand against? I command the fire from heaven. യഹോവയുടെ മഹത്വം സ്വസ്ഥാനത്തു നിന്ന് മഹത്വപ്പെടും. യഹോവയുടെ മഹത്വം സ്വസ്ഥാനത്തു നിന്ന് മഹത്വപ്പെടും. യേശുവിന്റെ നാമത്തിൽ അകത്ത് കിടക്കുന്ന ചില ഈവിൾ സബ്സ്റ്റൻസ്, അകത്ത് കിടക്കുന്ന ചില അന്യാരാധനയുടെ നേർച്ച ശക്തികൾ, അകത്ത് കിടക്കുന്ന ചില അന്യാരാധനയുടെ നേർച്ചക്കെട്ടുകൾ നിന്റെ ഉദരത്തിനകത്ത് കിടന്ന് പൊങ്ങി. നിന്റെ ഉദരത്തിനകത്ത് കിടന്ന് പൊങ്ങി. ലാസറ്റേലി അർക്കച്ചേനി അബാധാരി ഇന്ന് പകൽ അതിന് നിന്റെ ഉദരത്തിൽ അവകാശമില്ല. ഇന്ന് പകൽ അത് മറപ്പുരയിലേക്ക് ഇന്ന് പകൽ ഈ ആരാധനയ്ക്കകത്ത് ഞാനത് നിന്റെ ഉദരവുമായി കെട്ടിക്കിടക്കുന്ന കെട്ടിനെ അഴിച്ചു കളയുന്നു. അഴിയട്ടെ 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 അഴിയട്ടെ. ഔട്ട് ഔട്ട് ഔട്ട്. അഴിയാത്ത കെട്ടുകളുടെ മേൽ ഞാൻ ദൈവത്തിന്റെ തീയിട്ട് ദ്രവിപ്പിക്കുന്നു. അഴിയാത്ത കെട്ടുകളുടെ മേൽ ഞാൻ ദൈവത്തിന്റെ തീയിട്ട് ദഹിപ്പിക്കുന്നു. അഴിയാത്ത കെട്ടുകളുടെ മേൽ ഞാൻ ദൈവത്തിന്റെ തീയിട്ട് ദ്രവിപ്പിക്കുന്നു. ഇന്ന് പകൽ ദൈവത്തിന്റെ തീ യേശുവിന്റെ രക്തത്തിൽ ഞാൻ നിന്റെ മേളിൽ കൈവെക്കേണ്ട ആവശ്യമില്ല സാത്താനെ. ദൈവത്തിന്റെ ശക്തി ഇതാ നിന്റെ മേൽ ഷൂട്ട്. All the spirit of deception, മറഞ്ഞു കിടന്ന് വഞ്ചിക്കുന്ന സകല ദുരാത്മാക്കളോ, ഒരു ദാരിദ്ര്യത്തിന്റെ മാനിഫെസ്റ്റേഷൻ ഞാൻ അഴിക്കുകയാ. ഞാനത് ഈ തൊടാനൊന്നും നിന്നയല്ല, പക്ഷെ പരിശുദ്ധാത്മാവിനെ കറക്കി അതിലേക്ക് തന്നെ തിരികെ കൊണ്ടുവരികയാ. ഒരു പോവർട്ടി മാനിഫെസ്റ്റേഷൻ മാറുകയാ. പകരം ഒരു ഗ്ലോറി മാനിഫെസ്റ്റേഷനിലേക്ക് നീ കയറുകയാ. എന്റെ ദൈവമോ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണ, മഹത്വമുള്ളിടത്ത് ധനമുണ്ട്, മഹത്വമുള്ളിടത്ത് മുട്ടുകൾ ഇല്ലെന്ന്. യഹോവയുടെ ഇടയത്വത്തിനകത്ത്, യഹോവയുടെ ഇടയ പരിപാലനത്തിനകത്ത് ഒരു അന്ധകാര ശക്തിയും കയറി വരത്തില്ലെന്ന്. ഇന്ന് പകൽക്കാലം നിന്റെ വീടിന്റെ മേളിൽ വീണ് കിടക്കുന്ന ഒരു ദാരിദ്ര്യത്തിന്റെ മാറാല, നിന്റെ വീടിന്റെ മേളിൽ വീണ് കിടക്കുന്ന ഒരു ദാരിദ്ര്യത്തിന്റെ മാറാല ഇന്ന് പകൽ പരിശുദ്ധം അഴിച്ചു കളയുന്നു. ഈ സമയം തുടങ്ങി യേശുവിന്റെ നാമത്തിൽ കൂട്ടുകച്ചവടത്തിന് പോയി നിന്റെ തലയിൽ വീണ കെട്ട്, കൂട്ടുകച്ചവടത്തിന് പോയി നിന്റെ തലയിൽ വീണ കെട്ട് പരിശുദ്ധം അഴിച്ചു കളയുന്നു. യേശുവിന്റെ നാമത്തിൽ ദാരിദ്ര്യത്തിന്റെ ആ ചങ്ങലെ നിന്റെ ശരീരത്തിൽ നിന്ന് ദൈവിക അധികാരത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. അഴിഞ്ഞു പോ. Salamahania, Lakatani Malausia Probortonia, Lakatonia Rasatania, Latenia, Parisudadmaven Nani, Parajayങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ചില വീടുകൾ, ആമേൻ, ദാരിദ്ര്യം മാനിഫെസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ചില വീടുകൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് കെട്ടഴിക്കുക. യഹോവയുടെ മഹത്വം, ആമേൻ, തന്റെ സ്ഥലത്ത് നിന്ന് ബ്ലസ് ചെയ്യപ്പെടും. ആമേൻ. His glory shall be blessed. His glory shall be manifested. His glory shall be magnified from his house. അത് നിന്റെ വീട്, അത് നിന്റെ ലൈഫ്, അത് നിന്റെ ശരീരമാ, അത് നിന്റെ അക്കൗണ്ട്, അത് നിന്റെ പേഴ്സ്. ഇന്ന് പകൽക്കാല പിശാച് വെളിപ്പെട്ട് നിന്ന നിന്റെ കുടുംബാന്തരീക്ഷത്തിന്മേൽ ഇതാ ദൈവമഹത്വം വെളിപ്പെടുന്നു. പരിശുദ്ധാത്മാവിന് നന്ദി. പിശാചിക അധികാരങ്ങൾ വെളിപ്പെട്ട് നിന്ന് നിന്റെ കുടുംബ അന്തരീക്ഷത്തിന് മേൽ ദൈവമഹത്വം വെളിപ്പെട്ട് വരികയാണ്. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ചിലരിലേക്ക് കണക്ട് ആകുന്നു. കൂട്ടുകച്ചവടത്തിന് പോയി തലയിൽ വീണ കെട്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അഴിച്ചു കളയുകയാണ്. ദൈവിക അധികാരത്തിൽ
യെഹെസ്കേലിന്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം യെഹെസ്കേലിന്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യം. അപ്പോൾ യഹോവയുടെ ആത്മാവ് എന്നെ എടുത്തു. യഹോവയുടെ മഹത്വം സ്വസ്ഥലത്തു നിന്ന് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന ഒരു ശബ്ദം വലിയ മുഴക്കത്തോടെ എൻ്റെ പിറകിൽ ഞാൻ കേട്ടു. ജീസസ്. യഹോവയുടെ മഹത്വം സ്വസ്ഥലത്തു നിന്ന് അനുഗ്രഹിക്കപ്പെടും. സ്വസ്ഥലം എന്നുള്ളതിനെ കുറച്ചുകൂടെ സിമ്പിളായി ഞാൻ പറയാം. ദൈവത്തിൻ്റെ സ്വന്തം ഇടത്ത് നിന്ന് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. നീ ദൈവത്തിൻ്റെ സ്വന്തമാണോ? ദൈവമഹത്വം നിന്നിൽ നിന്ന് വെളിപ്പെടും. ദൈവമഹത്വം ഒരു പള്ളിക്കകത്തു നിന്ന് വെളിപ്പെടുമെന്നല്ല. ദൈവമഹത്വം ഒരു മനോഹരമായ ബിൽഡിങ്ങിൽ നിന്ന് വെളിപ്പെടുമെന്നല്ല. ദൈവമഹത്വം ഒരു പട്ടണത്തിൽ നിന്ന് വെളിപ്പെടുമെന്നല്ല. ദൈവമഹത്വം അഴകും അളവും നോക്കി വെളിപ്പെടുമെന്നല്ല. ദൈവമഹത്വം വെളിപ്പെടുവാനുള്ള ഒരൊറ്റ ക്രൈറ്റീരിയ പറഞ്ഞത്, അവൻ എനിക്കുള്ളവനാണോ, അവൾ എനിക്കുള്ളവളാണോ? അങ്ങനെയെങ്കിൽ ഞാൻ ഗ്യാരണ്ടി പറയുന്നു, എൻ്റെ മഹത്വം അവനിൽ നിന്ന്, അവളിൽ നിന്ന്. ഞാനതിൻ്റെ ആരംഭ ഭാഗത്തിലേക്ക് കയറുകയാണ്. യഹോവയുടെ ആത്മാവ് എന്നെ എടുത്തു. യഹോവയുടെ ആത്മാവ് എന്നെ എടുത്തു. ഞാൻ ഒത്തിരി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് കടന്നു വന്നത് വചന ശുശ്രൂഷയ്ക്കോ വിടുതലുകൾക്കോ ഒന്നുമല്ല. അതിലുപരിയായി ഞാൻ പ്രസംഗിക്കുന്നത് നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണമെന്നല്ല, ഇന്ന് തന്നെ അതിവിടെ സംഭവിക്കണമെന്ന്. സോ ഈ മീറ്റിംഗ് തീരുന്നതിന് മുമ്പേ തന്നെ many of you will be lifted in spirit. ആത്മാവിൽ നിങ്ങൾ ഇങ്ങനെ എടുക്കപ്പെടുന്നത് കാണുവാൻ കഴിയും. ആത്മവിവശതയുടെ വലിയൊരു കെട്ട് ഇതിനകത്ത് അഴിഞ്ഞു വരും. ആത്മവിവശതയുടെ വലിയൊരു കെട്ട് ഇന്ന് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് അഴിച്ചു വിടും. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാം. നിങ്ങൾ ഈ YMCയുടെ ഹോളിനകത്തല്ല എന്ന് നിങ്ങൾക്ക് തോന്നുമാറ്, നിങ്ങൾ ഈ ഭൗമമണ്ഡലങ്ങളിലല്ല എന്ന് തോന്നുമാറ്, ഒരാത്മപ്രവാഹം നിങ്ങളെ ഇങ്ങനെ എടുത്തുയർത്തിക്കൊണ്ടു പോകും. ഒരു കാറ്റ് കരിയിലെ ഉയർത്തിക്കൊണ്ടു പോകുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉയർത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടേ പോകും. ആത്മാവെന്നെ എടുത്തു. യെഹെസ്കേൽ പ്രവചനം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ യെഹെസ്കേൽ പ്രവചനം 3-ാം അധ്യായത്തിൽ പ്രധാനമായ 4 അനുഭവങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രധാനമായ 4 അനുഭവങ്ങൾ. അതിൽ 3-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ 3-ാം അധ്യായം 3-ാം വാക്യം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: മനുഷ്യപുത്ര, ഞാൻ നിനക്ക് തരുന്ന ഈ ചുരുൾ നീ വയറ്റിലാക്കി ഉദരം നിറയ്ക്ക. ആമേൻ. അങ്ങനെ ഞാനത് തിന്നു, അത് വായിൽ തേൻ പോലെ മധുരമായിരുന്നു. ദൈവ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം ഒരു മനുഷ്യൻ ആദ്യം നൽകുന്നത് എന്താണെന്നറിയാമോ? ദൈവം അവന് ഭക്ഷിപ്പാൻ നൽകുകയാണ്. എന്താണ് ഭക്ഷിപ്പാൻ നൽകുന്നത്? തേൻ പോലെ മധുരമായത് ദൈവം അവന് നൽകുകയാണ്. ദൈവം ഭൂമിയിൽ വന്നപ്പോൾ മനുഷ്യൻ ദൈവത്തിന് എന്താണ് നൽകിയത്? മനുഷ്യൻ ദൈവത്തിന് കയ്പ് കലക്കിയ കാടി കൊടുത്തു. അത് ദൈവത്തിന് രുചിച്ചു നോക്കിയാറേ കുടിപ്പാൻ മനസ്സായില്ല. ദൈവത്തിന് മനുഷ്യൻ കയ്പ് കലക്കിയ കാടി കൊടുത്തപ്പോൾ ദൈവം മനുഷ്യന് നൽകുന്നത് എന്താണ്? തേൻ പോലെ മധുരമായതൊന്ന് അവൻ്റെ വായിൽ നൽകിയിട്ട് പറയുകയാണ്, നിന്റെ ഉദരം നിറച്ചോ, ഞാൻ നിന്നെ നിറയ്ക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഈ ആരാധനയുടെ നടുവിൽ, ഈ ശുശ്രൂഷയുടെ നടുവിൽ ദൈവം നിന്റെ വിശപ്പറിഞ്ഞ്, ദൈവം നിന്റെ ആർത്തി അറിഞ്ഞ്, ദൈവം നിന്റെ ആവശ്യകത അറിഞ്ഞ്, ദൈവം നിന്റെ അധരങ്ങൾക്കകത്തൊരു നന്മ നൽകുകയാണ്. അതൊരു ശാരീരിക ആവശ്യകതയാകട്ടെ, അതൊരു സാമ്പത്തിക ആവശ്യകതയാകട്ടെ, അതൊരു കുടുംബത്തിൻ്റെ ഏത് വിഷയമാകട്ടെ, ഒരു നേരത്തെ അപ്പത്തിന് വേണ്ടിയുള്ള വിശപ്പാകട്ടെ, അല്ല ആത്മപ്രവാഹത്തിന് വേണ്ടിയുള്ള ഒരു ദാഹമാകട്ടെ, ഇന്ന് പകൽ ഞാൻ നിന്നോട് പറയുന്നു, ദൈവ പൈതലേ, നിനക്ക് വേണ്ടി ദൈവം ഉദരം നിറയ്ക്കോ. അവൻ പറഞ്ഞോ, ഇതാ ഞാൻ നിന്റെ വായിൽ തരുന്നു, ഉദരം നിറയോ. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു ഈ ആരാധന എൻ്റെ കുറവുകളെ മാറ്റുന്നതാണ്, എന്നെ നിറയ്ക്കുന്നതാണ്? ഇന്ന് പകൽ അധരം തുറന്ന്
ശബ്ദമുയർത്തി പറഞ്ഞേ, ഐ ഷാൽ ബി ഫിൽഡ്. ഞാൻ നിറയപ്പെടും, ഞാൻ നിറയപ്പെടും, ഞാൻ നിറയപ്പെടും. എഫെസോസ് എന്ന അന്ധകാര ശക്തികൾ ആറാടിയ പട്ടണം, ആമേൻ, നീണ്ട ചതുരശ്ര അടികൾ നീണ്ടു കിടക്കുന്ന, ആമേൻ, 400 200 നീളവും വീതിയും അനുക്രമമായിട്ടുള്ളതായ എഫെസോസിലെ ഡയാന ദേവിയുടെ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം. ആകാശത്ത് നിന്ന് വീണ ഒരു ഉൽക്ക കഷണത്തെ എടുത്തു വെച്ച് കറുത്ത ഒരു, ആമേൻ, ഇരുണ്ട നക്ഷത്രത്തെ, വെളിച്ചം നഷ്ടപ്പെട്ടു പോയ ഒരു നക്ഷത്രത്തെ എടുത്തു വെച്ച് ആരാധിക്കുന്ന എഫെസോസ് പട്ടണം. ആ എഫെസോസ് പട്ടണത്തിൽ ഒരു ഐതിഹ്യമുണ്ട്. ആ നാട്ടിലെ എല്ലാ മനുഷ്യനും അനുഗ്രഹിക്കപ്പെടുന്നത്, നിറയ്ക്കപ്പെടുന്നത്, അവൻ്റെ ശൂന്യത മാറുന്നത് ഡയാന ദേവിയുടെ കരുണയാലാകുന്നുവെന്ന്. എന്നാൽ എഫെസോസ് പട്ടണത്തിലേക്ക് ലേഖനം എഴുതുമ്പോൾ വിശുദ്ധ പൗലോസ് എഴുതി വെച്ചോ, ഡയാനയുടെ കരുണയല്ല നിന്നെ നിറയ്ക്കുന്നത്, എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന ദൈവത്തിൻ്റെ സഭ. അങ്ങനെയെങ്കിൽ ഞാൻ ഇന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ സഭ കുറവുള്ള ഇടമല്ല, ദൈവത്തിൻ്റെ സഭ നിറവുള്ളടമാണ്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ സഭ is a place of fullness. ദൈവരാജ്യം നിറവുകളുടെ ഇടമാണ്. അവിടെ ദാരിദ്ര്യമില്ല, ആമേൻ, അവിടെ ഇല്ലായ്മയില്ല, അവിടെ ശൂന്യതകളില്ല. അത് നിറവിൻ്റെ ഇടമാണ്. പുതിയ നിയമ ദൈവസഭയെ കുറിച്ച് പറയുന്നു, അത് നിറവുകളുടെ ഇടമാണ്. അതിലെല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന ദൈവസഭ. ചർച്ച് is the fullness of Christ and Christ is responsible to fill you in every aspect of your life. നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലോ നിന്നെ നിറയ്ക്കുവാൻ ദൈവം ശക്തനാണ്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു, എൻ്റെ ദൈവം നിറവുകളുടെ ദൈവമാണ്? അധരം തുറന്ന് പറഞ്ഞ്, എൻ്റെ ദൈവം നിറവുകളുടെ നിറവാണ്, നിറവുകളുടെ ദൈവമാണ്. അവൻ ഏതെങ്കിലും ഒന്നിലല്ല നിറയ്ക്കുവാൻ കഴിയുന്നത്, അവൻ എല്ലാറ്റിലും നിറയ്ക്കുവാൻ കഴിയുന്നതാണ്. നിന്റെ സാമ്പത്തികത്തെ അവന് നിറയ്ക്കാൻ കഴിയുക, നിന്റെ കൃപാവരങ്ങളെ അവന് നിറയ്ക്കാൻ കഴിയുക, നിന്റെ ഗർഭപാത്രത്തെ അവന് നിറയ്ക്കാൻ കഴിയുക, നിന്റെ ജീവിതത്തെ അവന് നിറയ്ക്കാൻ കഴിയുക. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ വിളിച്ചു പറഞ്ഞത്, സ്ഥലം പോരാതെ വണ്ണം അവൻ നിന്നെ നിറയ്ക്കുന്ന ദൈവമാണ്. സ്ഥലം പോരാതെ വണ്ണം അവൻ നിറയ്ക്കുന്ന ദൈവം. ഇന്ന് പകൽക്കാല നിന്റെ പുര ജനക്കൂട്ടം കൊണ്ട് നിറയുക, നിന്റെ ആരാധനാലയം നിറയുക, നിന്റെ കുടുംബം നിറയുക, സകലത്തിലും നിറവുകൾ സംഭവിക്കുക. ആമേ, ദൈവം അവനോട് പറയുകയാണ്, മനുഷ്യപുത്ര, നീ അന്യദേശത്ത് വന്നിരിക്കുന്നു. ഇവനോട് ഇത് പറയുവാൻ ഒരു കാരണമുണ്ട്. യെഹെസ്കേൽ എന്ന് പറയുന്നത് ബൂസി പുരോഹിതന്റെ മകനാണ്. കാലഘട്ടം അനുസരിച്ച്, ചരിത്രമനുസരിച്ച്, കുടുംബമനുസരിച്ച്, പാരമ്പര്യമനുസരിച്ച് യെഹെസ്കേൽ യെരൂശലേമിലെ ദൈവാലയത്തിൽ ശുശ്രൂഷിക്കേണ്ടവനാണ്. എന്നാൽ യെരൂശലേമിലെ രാജാവായ യെഹോയാക്കീമിന്റെ കാലത്ത് രാജ്യം ഒന്നാമത് പിടിക്കപ്പെട്ടു. രണ്ടാമത് യെഹോയാക്കീമിന്റെ കാലത്ത് പട്ടണം തകർക്കപ്പെട്ട്, ആമേൻ, ആലയത്തിൽ നിന്നുള്ള പുരോഹിതന്മാരെ വരെ ഏകദേശം 10,000 പേരെ ബാബിലോണിലേക്ക് അടിമകളായി കൊണ്ടുപോകുമ്പോൾ യെഹെസ്കേൽ എന്ന മനുഷ്യന് അവന്റെ പാരമ്പര്യ നന്മകൾ നഷ്ടപ്പെട്ടോ, അവന്റെ ആലയ നന്മകൾ നഷ്ടപ്പെട്ടോ, അവന്റെ അപ്പൻ അനുഭവിച്ചു കൊണ്ടിരുന്ന നന്മകൾ അവന് നഷ്ടപ്പെട്ടു. അമേ, ഇന്ന് പകൽക്കാല സ്വന്തം ദേശം നഷ്ടപ്പെട്ട യെഹെസ്കേലിനെ പോലെ പാരമ്പര്യമായി അവന്റെ പിതാക്കന്മാർ അനുഭവിച്ചു കൊണ്ടിരുന്ന നന്മ അനുഭവിപ്പാൻ കഴിയാതിരുന്ന യെഹെസ്കേലിനെ പോലെ നാടുകടത്തപ്പെട്ട അന്യദേശത്ത്, ആമേ, കെബാർ നദീതീരത്തിരിക്കുന്ന തെൽ അബീബ് എന്ന് പറയുന്ന സ്ഥലത്ത് കെബാർ നദീതീരത്തിരിക്കുന്നതായ ആ യെഹെസ്കേലിന്റെ അടുക്കൽ ദൈവം വന്നിട്ട് പറഞ്ഞു, പാരമ്പര്യ നന്മകൾ നിനക്ക് കിട്ടിയിട്ടില്ലായിരിക്കാം, അപ്പന്റെ വക നിനക്ക് കിട്ടിയിട്ടില്ലായിരിക്കാം, അമ്മയുടെ കരുതൽ നിനക്ക് കിട്ടിയിട്ടില്ലായിരിക്കാം, ചേട്ടന്മാര് സഹോദരന്മാര് നിന്നെ സഹായിച്ചിട്ടില്ലായിരിക്കാം. പക്ഷെ ഞാനൊരുത്ത നിനക്കുണ്ട്. ഞാൻ നിന്റെ ദൈവമാണ്, ഞാൻ നിന്റെ ഉദരം നിറയ്ക്കുന്ന ദൈവമാണ്. ആരൊക്കെ നിന്നെ കൈവിട്ടാൽ നിന്റെ ജീവിതം ശൂന്യതയിലാകത്തില്ല. യെഹെസ്കേൽ, ഇതാ ഞാൻ നിന്നെ സമൃദ്ധിയായി നിറയ്ക്കുകയാണ്. ഇന്ന് പകൽക്കാല പിന്നെയും ദൈവം എനിക്ക് നൽകുന്ന പ്രേരണയിൽ നിന്റെ ജീവിതത്തിന്റെ ശൂന്യതകളെ ഞാൻ ശാസിക്കുന്നു. നിന്റെ ജീവിതത്തിന്റെ മേൽ ഒരു ദൈവിക നിറവിനെ ഇന്ന് പകൽ ദൈവം എന്റെ മേലിട്ട് അഭിഷേകത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നു. Receive the fullness of God, receive the abundance of God. You shall be filled in every manner. സകല വിധത്തിലും നീ സമൃദ്ധി പ്രാപിക്കുക, സകല വിധത്തിലും നീ നിറവ് പ്രാപിക്കുക. I command the prosperity in your life. നിന്റെ മേൽ ദൈവിക സമൃദ്ധി സംഭവിക്കട്ടെ, നിന്റെ മേൽ ദൈവത്തിന്റെ നിറവ് സംഭവിക്കട്ടെ, നിന്റെ മേൽ ദൈവത്തിന്റെ പുഷ്ടി സംഭവിക്കട്ടെ, നിന്റെ മേൽ ദൈവത്തിന്റെ നന്മകൾ നിറഞ്ഞു കവിയട്ടെ, നന്മകൾ നിറഞ്ഞു കവിയട്ടെ. Receive it, Holy Spirit. ആമേൻ. ഒന്നാമത് ദൈവം യെഹെസ്കേലിന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ നിറയ്ക്കും യെഹെസ്കേൽ. ഇനിയും അത് ഞാൻ മധുരം കൊണ്ട് നിന്നെ നിറയ്ക്കും.
അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പത്രോസ് പറഞ്ഞു, ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെ എന്ത് ചെയ്യോ? പരിശുദ്ധാത്മാവ് ദാനം ചെയ്യോ. ഇന്ന് പകൽക്കാല ആത്മസാന്നിധ്യത്തെ കൊതിക്കുന്ന ദൈവ പൈതലേ, ഇവിടെ നിന്ന് നീ ആത്മനിറവ് പ്രാപിച്ച് വെളിയിലിറങ്ങുമ്പോൾ നിന്റെ മേലൊരു അസാധാരണ പ്രോസ്പെരിറ്റി റലം ഓപ്പണായി കിടക്കുന്നത്, ഇന്ന് നീ തൊടുന്ന എല്ലാറ്റിലും ഒരു അനുഗ്രഹം വെളിപ്പെടുന്നത് ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ മാത്രം സ്തുതി പറഞ്ഞ് കരമടിച്ചാട്ട്, സ്തുതി പറഞ്ഞ കരമടിച്ചാട്ട്. I believe it, O Lord. I receive it, O Lord. I believe it, O Lord. I receive it, O Lord. Hallelujah, hallelujah, hallelujah. Jesus. 3-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ യെഹെസ്കേലിനെ ദൈവം സന്ദർശിച്ച ആദ്യത്തിൽ അവന്റെ ശൂന്യതകളെ മാറ്റി, അവന്റെ ദാരിദ്ര്യത്തെ മാറ്റി, അവനെ തേൻ പോലെ മധുരം കൊണ്ട് നിറച്ചു. വീണ്ടും 8-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം അടുത്തത് എന്താണ് അവനിൽ ചെയ്യുന്നതെന്നറിയാമോ? യെഹെസ്കേൽ പാർക്കുന്നത് ശത്രുക്കളുടെ നടുവിലാണ്. യെഹെസ്കേൽ പാർക്കുന്നത് അവനെ ഉപദ്രവിക്കുവാൻ നിൽക്കുന്ന ഒരു വലിയ പുരുഷാരത്തിന്റെ സമൂഹത്തിന്റെ നടുവിലാണ്. അവിടെ നേരെ ദൈവം യെഹെസ്കേലിന്റെ അടുക്കൽ പറഞ്ഞു, യെഹെസ്കേൽ, നീ പാർക്കുന്ന ദേശം എനിക്കറിയാം, നിന്റെ ചുറ്റുപാടുള്ള ദേശത്തെ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ നിന്റെ അകം നിറയ്ക്കുക മാത്രമല്ല, നിന്റെ മുഖം ഞാൻ അവരുടെ നേരെ മുഖമോ കഠിനമോ, നിന്റെ നെറ്റി ഞാൻ അവരുടെ നേരെ കടുപ്പവുമാക്കി നിർത്തുന്നു. വായിക്കാമോ? 8-ാം വാക്യം. നിന്റെ മുഖം അവരുടെ മുഖത്തിന് നേരെ കഠിനമോ, നിന്റെ നെറ്റി അവരുടെ നെറ്റിക്ക് നേരെ കടുപ്പവുമാക്കിയിരിക്കുന്നു. ഇന്ന് പകൽ ഈ ആരാധന കഴിഞ്ഞ് നീ ഇറങ്ങുമ്പോൾ നിന്റെ നെറ്റിയെ ദൈവം കടുപ്പമാക്കാം, നിന്റെ മുഖത്തെ ദൈവം കടുപ്പമാക്കാം. ആർക്കും കയറി തോണ്ടിയിട്ട് പോകാൻ കഴിയുന്ന ഒരു പുറമ്പോക്കല്ല നീ. ഇന്ന് പകൽക്കാല ദൈവം നിന്നെ ഫോർട്ടിഫൈ ചെയ്യുകയാണ്, ദൈവം നിന്നെ മതില് കെട്ടുകയാണ്. എന്റെ കാന്ത മുദ്രയിട്ട കിണർ കെട്ടിയടച്ച തോട്ട, ഇന്ന് പകൽ ദൈവം നിന്റെ മുഖം കഠിനമാക്കുകയാണ്, നെറ്റി കടുപ്പമാക്കുകയാണ്. നാളുകളായി നിന്നെ വേട്ടയാടുന്ന ദുർശക്തികൾ നിന്റെ നേരെ നിൽക്കാതെ വേണ്ട, ദേശാന്തകാര ശക്തികൾ നിന്റെ നേരെ നിൽക്കാതെ വേണ്ട, കുടിദൈവങ്ങളും പാരമ്പര്യ ശക്തികളും നിന്റെ നേരെ നിൽക്കാതെ വേണ്ട. ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് നിന്നെ ശക്തീകരിക്കുകയാണ്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇന്നലകളിൽ നീ ഭയപ്പെട്ട ദുരാത്മാക്കൾ നിന്നെ കണ്ട് ഭയപ്പെടത്തക്കവണ്ണ, ഇന്നലകളിൽ നീ ഒഴിഞ്ഞുപോയ അന്ധകാര ശക്തികൾ നിന്നെ കണ്ട് ഒഴിഞ്ഞു പോകത്തക്കവണ്ണ, നിന്റെ മുഖത്തിനൊരു കടുപ്പ, നിന്റെ നെറ്റിക്കൊരു കടുപ്പ, ഇന്ന് പകൽക്കാല ദൈവം നിന്നെ ഒരു അഗ്നിയാക്കി മാറ്റുകയാണ്, ദൈവം നിന്നെ ഒരു തീ കഷണമാക്കി മാറ്റുകയാണ്. യെഹെസ്കേലിന്റെ മുഖം കടുപ്പമാക്കിയെങ്കിൽ ഇന്ന് പകൽ ദൈവം നിന്നെ ഒരു തീ കഷണമാക്കി മാറ്റുകയാണ്. കർത്താവ് തന്റെ You are going to be transformed. ദൈവം നിന്നെ രൂപാന്തരപ്പെടുത്തുകയാണ്. നീ കേവലം ഒരു മനുഷ്യനായിട്ടാ ഇതിനകത്ത് കടന്നു വന്നത്, പക്ഷെ നീ ഇതിനകത്തു ഇറങ്ങുന്നത് വേറെ ഒരാളായിട്ടാ. അസാധാരണമായ ദൈവശക്തി ഇതായി മിനിറ്റുകളിൽ തന്നെ ചിലരെ അടിച്ചു തുടങ്ങുന്നു, ഈ മിനിറ്റുകളിൽ തന്നെ ചിലരെ തൊടുന്നു. പരിശുദ്ധാത്മാവ് തൊടുന്നു. അവൻ കാറ്റിനെ തന്റെ ദൂതന്മാര്, അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കാം, അവൻ ദൂതന്മാരെ കാറ്റാക്കാം, അവൻ ശുശ്രൂഷകരെ അഗ്നിജ്വാലയാക്കാം. ഇന്ന് പകൽക്കാല ശുശ്രൂഷയുടെ വിളി കിട്ടിയ, ശുശ്രൂഷയുടെ നിയോഗം കിട്ടിയ ചിലരുടെ നേരെ വല്ലാതെ പിശാച് കിടന്ന് പോരടിക്കുന്നു. എന്നാൽ ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് ദൈവം നിന്നെ തീയാക്കാൻ പോവുകയാണ്. യേശുവിന്റെ രക്തം ജയ. ശുശ്രൂഷയുടെ നിയോഗം കിട്ടിയ ചിലരുടെ മേൽ ഒരു അഗ്നി വീഴാൻ പോവുകയാണ്. കാരണം നിന്റെ മേളിൽ നിയോഗം കിടപ്പുണ്ട്, പക്ഷെ വല്ലാതെ പോരാട്ടം നീ നേരിടുകയാ. എന്നാൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഒരു അഗ്നി നിന്റെ മേൽ റിലീസ് ചെയ്യുകയാണ്. You shall be the fire of God. യേശുവിന്റെ നാമത്തിൽ ഇതാ ശുശ്രൂഷയുടെ നിയോഗം ലഭിച്ച ചിലരുമായി പരിശുദ്ധാത്മാവ് കണക്ട് ആകുന്നു. ടച്ച് യേശുവിന്റെ നാമത്തിൽ
നാമത്തിൽ ശുശ്രൂഷയുടെ നിയോഗം ലഭിച്ച ചിലരുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകം അടിക്കുക. ഇത് നിയോഗത്തിന്റെ പരിചയ, ഇത് നിയോഗത്തിന്റെ തീയ. നിന്റെ മേളിൽ കിടക്കുന്ന ശുശ്രൂഷ, നിന്റെ മേളിൽ കിടക്കുന്ന ശുശ്രൂഷ, അതിന് ദൈവം ഒരു പ്രൊട്ടക്ഷൻ ഇട്ടിട്ടുണ്ടെന്ന്, ഒരു അഗ്നി നിന്റെ മേൽ വീഴുകയാണ്. ഇതാ പരിശുദ്ധാത്മാവ് നിന്നെ അനോയിന്റ് ചെയ്യുന്നു വിത്ത് ഫയർ അനോയിന്റിങ്. ഒരു അഭിഷേകത്തിന്റെ അഗ്നി നിന്നെ തൊടുന്നു, അഭിഷേകത്തിന്റെ അഗ്നി നിന്നെ തൊടുന്നു, ആ അഭിഷേകത്തിന്റെ അഗ്നി നിന്നെ തൊടുന്നു. നിന്റെ മുഖം കഠിനമാകട്ടെ, നിന്റെ നെറ്റി കടുപ്പമാകട്ടെ. ശുശ്രൂഷയെ കെട്ടിയ അന്ധകാര അന്യാരാധന ശക്തികൾ, ശുശ്രൂഷയെ കെട്ടിയ അന്യാരാധന ശക്തികൾ ഇന്ന് പകൽ അഴിയുകയാണ്. നിന്റെ ശുശ്രൂഷയെ കെട്ടിയ നിയോഗത്തെയും വിളിയെയും കെട്ടിയ അന്ധകാര ആധിപത്യങ്ങൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് അഴിച്ചു കളയുകയാണ്. ഇന്ന് പകൽ പിശാച് കെട്ടിവെച്ച ചില ശുശ്രൂഷകൾ ഇന്ന് പകൽ പുറത്തു വരികയാണ്. ശുശ്രൂഷയെ നിന്റെ ശുശ്രൂഷയെ ഒതുക്കാൻ തക്കവണ്ണോ നിന്റെ മേലിട്ട സകല ശാപവാക്കുകളോ, നിന്റെ ശുശ്രൂഷയെ കെട്ടുവാൻ തക്കവണ്ണോ നിന്റെ മേലിട്ട സകല പൈശാചിക ആധിപത്യങ്ങളോ ഇതാ തീ കൊണ്ട് ചണനൂൽ പോലെ കത്തുന്നത് കണ്ടോ, 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 നീ കണ്ടോ? നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഇട്ട പവർ എന്താണെന്ന്. ഫയർ ശുശ്രൂഷയ്ക്കെതിരായി, ഈ ദേശത്തിലെ ശുശ്രൂഷയ്ക്കെതിരായി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്തിൽ, യേശുവിന്റെ രക്തത്തിൽ ചില പെടുമരണങ്ങളുണ്ടായി. അഭിഷക്തനെ ചില പെടുമരണങ്ങളുണ്ടായി. നിങ്ങളുടെ പേര് ഈ ദേശത്ത് ഒതുക്കാൻ തക്കവണ്ണോ പിശാച് വെച്ച് കെട്ടിയ ചില അന്ധകാര ശക്തികളുടെ കെട്ടുകളുടെ മേൽ ദൈവത്തിന്റെ തീ വീഴുക. വെളിപ്പെടും, വെളിപ്പെടും, വെളിപ്പെടും. തീ, 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 തീ. ചില മരണങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞ വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ തീ വീഴുകയാണ്. ദൈവത്തിന്റെ തീ വീഴുകയാണ്. The fire, the fire, the fire, the fire, the fire from heaven. അഴിഞ്ഞു പോട്ടെ, അഴിഞ്ഞു പോട്ടെ. യെസ്, നിന്റെ മുഖം കടുപ്പമാവുകയാണ്, നിന്റെ നെറ്റിത്തടം കഠിനമാവുകയാണ്. പിശാച് നിന്റെ മുമ്പിൽ നിന്ന് വിറയ്ക്കുന്നത്, പിശാച് നിന്റെ മുമ്പിൽ നിന്ന് ഉരുകുന്നത് കാണാൻ പോവുകയാ. യെസ്, യെസ്. ചിലരുടെ അഭിഷേകത്തിന് മേൽ ഒരു അപ്ഗ്രഡേഷൻ വരാൻ പോവുക. ചില കുഞ്ഞുങ്ങളുടെ മേൽ ദൈവത്തിന്റെ തീ വീഴാൻ പോവുക. കുഞ്ഞുങ്ങളെല്ലാം കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ ഇരുന്നാട്ട്, കുഞ്ഞുങ്ങളെല്ലാം കണ്ണുകളെ അടച്ച് ദൈവസന്നിധിയിൽ ഇരുന്നാട്ട് ഇന്ന് പകൽ നിന്റെ മേലൊരു തീ വീഴാൻ പോവാ. മക്കളെ, നീ ഒരു തീയായി മാറാൻ പോവുക, നീ ഒരു തീയായി മാറാൻ പോവുക, നീ ഒരു തീയായി മാറാൻ പോവുക. നിന്നെ ദൈവ ശുശ്രൂഷയ്ക്ക് വിളിച്ചത്, നിന്റെ മേളിൽ നിയോഗമിട്ടത് വല്ലവനും കയറി തോണ്ടിയിട്ട് പോകാനല്ല, വല്ലവനും കയറി അറിഞ്ഞിട്ട് പോകാനല്ല. നിന്നെ ദൈവം ഒരു അഗ്നിയാക്കുകയാ, നിന്നെ ദൈവം ഒരു അഗ്നിയാക്കുകയാ, നിന്നെ ദൈവം ഒരു അഗ്നിയാക്കുകയാ. Lord, open the fire, open the firehouse, open the firehouse. ഇതാ തീച്ചൂള ദൈവം തുറക്കുന്നു. ദൈവത്തിന്റെ അഗ്നി ചൂള, ദൈവത്തിന്റെ അഗ്നി ചൂള ദൈവം തുറക്കുന്നു, തുറക്കുന്നു. ദൈവത്തിന്റെ അഗ്നി ചൂള ദൈവം തുറക്കുന്നു. And the fire, തീ കത്തിക്കായനിൽ തീ കത്തിക്കാ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാ, തീ കത്തിക്കാ, എന്നിൽ തീ കത്തിക്കാ, സ്വർഗീയ രാജാവേ തീ കത്തിക്കാ. മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിൻ അശുദ്ധിയെ നീക്കിടുവാൻ. ഓ
മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ, മനസ്സിന ശുദ്ധിയെ നീക്കിടുവാൻ. ഓ തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. ഓ തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. ഭൂതലത്തിൽ അന്ധകാരം നീക്കാൻ സ്വർഗീയമാ അഗ്നി കത്തിച്ചോനെ. ഓ ഭൂതലത്തിൽ അന്ധകാരം നീക്കാൻ സ്വർഗീയമാം അഗ്നി കത്തിച്ചോനെ. ഓ തീ കത്തിക്ക, ശബലം റബരഗരഗരം ചേരഗദഗരഗരഗദ. ഓ തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. എന്നെയും എനിക്കുള്ള സകലത്തെയോ യാഗമായ പണം ചെയ്യുന്നു ഞാൻ. എന്നെയും എനിക്കുള്ള സകലത്തെയോ യാഗമായ പണം ചെയ്യുന്നു ഞാൻ. ഓ തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. ഓ തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. ഓ പണ്ടൊരു കാലത്തിൽ മോശകണ്ട ഉൾപ്പടർപ്പി ഉള്ളിൽ കത്തിയൊരു. ഓ പണ്ടൊരു കാലത്തിൽ മോശകണ്ട ഉൾപ്പടർപ്പിനുള്ളിൽ. ഓ തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക. ശിവരഗ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 ര
ദൈവത്തിന്റെ ആത്മാവ് നിന്നെ മധുരം കൊണ്ട് നിറയ്ക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ മധുരം കൊണ്ട് നിറയ്ക്കും. ഈ ലോകം നിന്നെ കയ്പ് കൊണ്ട് നിറയ്ക്കാൻ നിൽക്കുമ്പോൾ, ഈ ലോകം നിന്നെ സങ്കടം കൊണ്ട് നിറയ്ക്കാൻ നിൽക്കുമ്പോൾ, സ്വർഗം ഇറങ്ങി വന്നിട്ട് പറയുക, ഞാൻ നിന്നെ മധുരം കൊണ്ട് നിറയ്ക്കുക. I shall fill you with the sweetness of honey. Yes. സമാധാനത്തിന്റെ മധുരം കൊണ്ട്, വിശുദ്ധിയുടെ മധുരം കൊണ്ട്, സന്തോഷത്തിന്റെ മധുരം കൊണ്ട്, സ്വർഗീയ മധുരം കൊണ്ട്. ഓ, സ്വർഗം നിന്നെ നിറയ്ക്കുക. നിന്നെ നിറയ്ക്കുന്ന ദൈവം, നിന്നെ നിറയ്ക്കുന്ന ദൈവം നിന്റെ നെറ്റിയെയും മുഖത്തെയും തീ പോലെ കടുപ്പമാക്കുക. തീ പോലെ കടുപ്പമാക്കുക. തീ പോലെ നീ കടുപ്പമുള്ളവനായിരിക്കും. നിന്നെ തൊടാൻ കഴിയുകയില്ല. നിന്നെ തൊടാൻ കഴിയുകയില്ല. നിന്നെ തൊടാൻ കഴിയുകയില്ല. അഭിഷേക്തനെ നിന്നെ തൊടാൻ കഴിയുകയില്ല. നിന്റെ മിനിസ്ട്രിയെ തൊടുകയില്ല. നിന്റെ ശുശ്രൂഷയെ തൊടുകയില്ല. നിന്റെ ഫാമിലിയെ തൊടുകയില്ല. ദൈവം നിനക്ക് നൽകിയ ഒരു കൊച്ചു കുഞ്ഞിനെ പോലും അവൻ തൊടുകയില്ല. മെസ്സേജിലേക്കും ശുശ്രൂഷയിലേക്കും കയറി വരുന്നതേ ഉള്ളൂ. There is enough time for us. നമുക്ക് ധാരാളം സമയമുണ്ട് നമ്മുടെ മുമ്പിൽ. അഭിഷേക്തൻ ഓർപ്പിച്ചിരിക്കുന്നത് 1 മണിക്കൊരു ബ്രേക്ക് ഇട്ട് അതിനുശേഷം നമ്മൾ പോകുമെന്നാണ്. ഒരു പക്ഷേ അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് അതൊരിച്ചിരി മുമ്പോട്ട് പോയി ഫുഡ് കഴിച്ച് പിരിയുന്ന അളവിലായിരുന്നാൽ, എനിഹൗ വി ഹാവ് എനഫ് ടൈം. നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങളെ ദൈവം ഇന്ന് തൊട്ടിട്ടേ വിടത്തുള്ളൂ. ഞാൻ ഇന്നത്തെ സെഷനിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ മുൻപ് വന്നിട്ടുള്ളപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ആരുടെ അടുക്കലും നിർബന്ധിച്ച് കൈയടിക്കാൻ, നിങ്ങൾ തന്നെ ഉണരാൻ, വാഗ്ദത്തത്തെ ചാടി പിടിക്കാൻ ഒന്നും ഞാൻ പറയത്തില്ല.
ഞാൻ നിങ്ങളുടെ മുമ്പിലല്ല ശുശ്രൂഷിക്കുന്നത്, ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ. I trust in my God. I believe in my God. നിങ്ങൾ വന്നിരിക്കുന്ന ആർത്തി ദൈവത്തിന് അറിയാം, നിങ്ങൾ വന്നിരിക്കുന്ന കൊതി ദൈവത്തിന് അറിയാം. He will touch. അവൻ നിങ്ങളെ തൊടും. അതുകൊണ്ട് അടുത്ത് നിൽക്കുന്നവരൊക്കെ നിറയപ്പെടുകയോ വിടുതൽ പ്രാപിക്കുകയോ ചെയ്യുമ്പോൾ, കർത്താവേ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് ഭാരപ്പെടണ്ട. You shall receive. നിനക്ക് ലഭിക്കും, ലഭിച്ചിട്ടേ നീ പോകത്തുള്ളൂ. So be patient. അത് കിട്ടുവോളം നിശബ്ദമായിരിക്കും. കർത്താവേ, ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ദൈവസാന്നിധ്യം വ്യാപരിക്കുമ്പോൾ കണ്ണുകളെ അടച്ചു ദൈവസാന്നിധ്യത്തിലേക്ക് കയറണം. അവിടെയും ഇവിടെയും നോക്കരുത്. അത് മാത്രമേ എൻ്റെ ശുശ്രൂഷയിൽ ഒരു കണ്ടീഷൻ ഞാൻ പറയാറുള്ളൂ. പരിശുദ്ധാത്മാവ് നിങ്ങളെ എടുത്ത് എറിയുമ്പോൾ മാത്രം ചലിച്ചാൽ മതി. ദൈവത്തോട് ഒന്ന് ദൈവം അവനെ നിറച്ചു, filled with the sweetness. രണ്ട്, ദൈവം അവന്റെ മുഖത്തെ ശത്രുവിന്റെ നേരെ ഹാർഡാക്കി. മൂന്നാമതായി അതിന്റെ 24 വാക്യത്തിലേക്ക് വരുമ്പോൾ, യെഹെസ്കേൽ പ്രവചനം 3-ാം അധ്യായം 24-ാം വാക്യം ഒറ്റ സ്ട്രെച്ചിൽ ഒന്ന് വായിക്കാമോ? അപ്പോൾ ആത്മാവ് എന്നിൽ വന്നു, എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. ആത്മാവ് ഒരു മനുഷ്യന്റെ മേളിൽ വന്നാൽ എന്ത് ചെയ്യും? ആത്മാവ് ഒരു മനുഷ്യന്റെ മേളിൽ വന്നാൽ എന്ത് ചെയ്യും? വളഞ്ഞു നിൽക്കുമാറാക്കത്തില്ല, നിവർന്നു നിൽക്കുമാറാക്കും. ഞാൻ എൻ്റെ ഭാഷയിൽ പറയും, അഭിഷേകമുള്ളവൻ്റെ മുതുകിലിരിക്കുന്നത് വാഴപ്പിണ്ടി അല്ല, അഭിഷേകമുള്ളവൻ്റെ മുതുകിലിരിക്കുന്നത് ഉറപ്പുള്ള നട്ടല്ല. സാഹചര്യത്തിന് മുമ്പിൽ അവൻ വളയത്തില്ല, ഒരു സംഘടനയുടെ മുമ്പിൽ അവൻ വളയത്തില്ല, ഒരു ഭീഷണിയുടെ മുമ്പിൽ അവൻ വളയത്തില്ല, ഒരു പ്രലോഭനത്തിൻ്റെ മുമ്പിൽ അവൻ വളയത്തില്ല. അവനെ ഒന്നും കാണിച്ചു വളയ്ക്കാൻ പറ്റത്തില്ല. ആമേൻ. ആത്മാവ് വന്നിട്ട് പറഞ്ഞു, നീ വളഞ്ഞു നിൽക്കുമോനെ, നീ കുനിഞ്ഞു നിൽക്കുമോനെ, നീ താണു നിൽക്കുമോനെ എന്നല്ല പറഞ്ഞത്. ആത്മാവ് വന്നിട്ട് പറഞ്ഞു, നീ നേരെ നിൽക്ക്, നീ നേരെ നിൽക്ക്, നീ നേരെ നിൽക്ക്. 2-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നത്, ഉറച്ചു നിൽക്കുമാറാക്കിയെന്ന്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലെ, അഭിഷേകം നിന്റെ മേളിൽ വീണത് പിശാചിന്റെ മുമ്പാകെ മുട്ടുമടക്കാനല്ല, മനുഷ്യന്റെ മുമ്പാകെ മുട്ടുമടക്കാനല്ല, നിന്റെ മുതുകത്തൊരു വാഴപ്പിണ്ടി വെച്ചു കെട്ടുന്നതല്ല. അഭിഷേകം നിന്നെ ഉറച്ചു നിൽക്കുമാറാക്കുന്നതാ. നിന്നെ അടുത്തറിയുന്നവര് പറയണം നീ ഒത്തിരി പാവമാണെന്ന്. നിന്നെ അടുത്തറിയുന്നവര് പറയണം നീ ഒരു പഞ്ചപാവമാണെന്ന്. പക്ഷെ ദൂരത്ത് നിന്ന് നിന്നെ നോക്കുന്നവര് പറയണം അവൻ മഹാഹങ്കാരിയാണെന്ന്. നിന്റെ ശത്രു പറയണം അവൻ മഹാഹങ്കാരിയാണെന്ന്. ഒന്നിലും അവൻ കീഴടങ്ങത്തില്ലെന്ന്, ഒന്നിലും അവൻ ഒതുങ്ങത്തില്ലെന്ന്. ഇന്ന് പകൽ ദൈവത്തിന്റെ പൈതല്, നിന്റെ മേളിൽ കിടക്കുന്ന അഭിഷേക ശത്രുവിന്റെ മുമ്പാകെ ഡു നോട്ട് ഈൽഡ്. നീ വഴങ്ങി കൊടുക്കുന്നതല്ല അഭിഷേകം. പൈശാചിക മണ്ഡലങ്ങൾക്ക് നീ ഒരു ഭയമാകട്ടെ, ദുരാത്മ മണ്ഡലങ്ങൾക്ക് നീ ഒരു ഭയമാകട്ടെ. കരമടിച്ച് 1 മിനിറ്റ് ദൈവത്തിന് സ്തോത്രം പറ. You shall be a threat. You shall be a threat for the demonic kingdoms. You shall be a threat. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുക. സങ്കീർത്തനക്കാരൻ പറയാം, നിന്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എന്റെ മീതെ കവിഞ്ഞുപോയി. എന്റെ സഹോദരങ്ങളെ, ഓളവും തിരമാലയും നമ്മുടെ അരയൊപ്പം വന്നാൽ നമ്മൾ നിൽക്കുവോ? നല്ല കടലറിയുന്ന മനുഷ്യൻ ഒരുപക്ഷെ അരയൊപ്പം വന്നു കഴിഞ്ഞാൽ പിടിച്ചൊക്കെ നിന്നേക്കും. പക്ഷെ ഓളവും തിരമാലയും കഴുത്തൊപ്പം നെഞ്ചൊപ്പം വന്നാൽ എന്ത് ചെയ്യും? കാല് പറയും, ഉപ്പൂറ്റി തെറിക്കും. പക്ഷെ ഭക്തൻ പറയുക, ഓളവും തിരമാലയൊക്കെ എന്റെ മേളിക്കിടിങ്ങനെ പാസ് ചെയ്യുന്നത് ഞാൻ കണ്ടു. പക്ഷെ ഓളം പോയി കഴിഞ്ഞപ്പോഴും തിരമാല പോയി കഴിഞ്ഞപ്പോഴും ആമേൻ ആമേൻ. പ്രളയം വന്നപ്പോൾ മണപ്പുറത്തിരുന്ന പല കുട്ടി ദൈവങ്ങളും ഒഴുകിപ്പോയി, അവരുടെ കുരിയാലകൾ ഒഴുകിപ്പോയി. പക്ഷെ പ്രതികൂലത്തിന്റെ ദിനരാത്രങ്ങൾ നീണ്ടു നിന്നിട്ടും
എന്റെ കാലടികൾ ഉറച്ചു നിന്നോ. ഇന്ന് പകൽ നിന്റെ അഭിഷേകം പ്രതിസന്ധികളിൽ ഒലിച്ചു പോകുന്നതല്ല, കഷ്ടതയിൽ ഒലിച്ചു പോകുന്നതല്ല. യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുറെ കാലത്തേക്കല്ല, എന്നേക്കും ഉറച്ചു നിൽക്കും, ഉറച്ചു നിൽക്കും, ഉറച്ചു നിൽക്കും. ഇന്നിന്റെ കഷ്ടതയിൽ നീ ഒഴുകി പോകത്തില്ല, ഇന്നിന്റെ പ്രതികൂലത്തിൽ നീ ഒഴുകി പോകത്തില്ല, ഇന്നിന്റെ രോഗത്തിൽ നീ മരിച്ചു പോകത്തില്ല, ഇന്നിന്റെ ആകുലത്തിൽ നീ ആത്മഹത്യ ചെയ്യത്തില്ല, ഇന്നിന്റെ ഒറ്റപ്പെടലിൽ നീ തകർക്കപ്പെടുകയില്ല, ഇന്നിന്റെ അപവാദങ്ങളിൽ നീ ശൂന്യമാകത്തില്ല, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ നീ ഇല്ലാതാവുകയില്ല. പരിശുദ്ധാത്മാവ് നിന്റെ കാലടികളെ ഉറപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ നട്ടെല്ലിനെ നിവർത്തുകയാണ്. പരിശുദ്ധാത്മാവ് നിന്നെ നിവരെ നിർത്തുകയാണ്. പരിശുദ്ധാത്മാവ് നിന്നെ നിവരെ നിർത്തുകയാണ്. ഞാൻ അതിനോട് ചേർത്ത് ദൈവകൃപയൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. യഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ വന്നു, അവൻ എന്നെ നിവരെ നിൽക്കുമാറാക്കി. ഇന്ന് പകൽ ഈ മീറ്റിങ്ങിനകത്തിരിക്കുന്ന ആരുടെ മേൽ ഓർത്തോപീഡിക് ഡിസീസസ് ഏത് മേഖലയിൽ കിടക്കുന്നോ, അത് L1 L2 കംപ്രഷൻ ആകട്ടെ, അത് ന്യൂറോളജിക്കൽ പ്രശ്നമാകട്ടെ, അത് നട്ടെല്ലിന്റെ പ്രശ്നമാകട്ടെ, അത് ഏത് നെർവ് ബൾജിങ് ആകട്ടെ, ഇന്ന് പകൽക്കാലം നിന്റെ അസ്ഥികളുടെ മേൽ, നിന്റെ ലിഗമെന്റുകളുടെ മേൽ, നിന്റെ ജോയിന്റുകളുടെ മേൽ ഞാൻ ദൈവകൃപ റിലീസ് ചെയ്ത് സ്തോത്രം ചെയ്യുന്നു. You are going to be healed. Touch. പിശാച് കെട്ടിയ അസ്ഥികൾ ഫ്രീ ആകട്ടെ. പിശാച് കെട്ടിയ അസ്ഥികൾ ഫ്രീ ആകട്ടെ. പിശാച് കെട്ടിയ ജോയിന്റുകൾ ഫ്രീ ആകട്ടെ. പിശാച് കെട്ടിയ ജോയിന്റുകൾ ഫ്രീ ആകട്ടെ. വിരലുകൾ ഫ്രീ ആകട്ടെ. വിരലുകൾ ഫ്രീ ആകട്ടെ. അസ്ഥികൾ ഫ്രീ ആകട്ടെ. എല്ലാം പാരലിറ്റിക്, പക്ഷപാതപ്പെടുത്തുന്ന സകല രോഗശക്തികളും ഇന്ന് പകൽ ദൈവിക അധികാരത്തിൽ നിന്റെ ഫാമിലി ലൈനിൽ നിന്ന്, നിന്റെ DNA-യിൽ നിന്ന് ദൈവിക അധികാരത്തിൽ അത് മുറിഞ്ഞു പോകട്ടെ. അത് മുറിഞ്ഞു പോകട്ടെ. All the orthopedic claims, all the orthopedic disease, എല്ലാ അസ്ഥിജന്യ രോഗശക്തികളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മുഖം തകരുന്ന പകൽ, മുഖം തകരുന്ന പകൽ, മുഖം തകരുന്ന പകൽ. നിന്റെ അകത്ത് ദൈവം ഒരു പുഷ്ടിയിടും. ആ പുഷ്ടിയിൽ മുഖമുടയും, നീ നിവരെ നിൽക്കും. ഞാൻ ആവർത്തിക്കട്ടെ, നിന്നിലൊരു പുഷ്ടി പകരപ്പെടും. ആ പുഷ്ടിയിൽ നിന്റെ മുഖം തകരും. ആ മുഖം തകരുന്ന തകർച്ചയിൽ നീ എഴുന്നേറ്റ് നിൽക്കും. അഭിഷേകം നിന്റെ മേലൊരു പുഷ്ടിയിടും. ആ പുഷ്ടി നിന്റെ മേൽ കിടക്കുന്ന മുഖത്തെ തകർക്കും. നീ എഴുന്നേറ്റ് നിൽക്കും. കരമടിച്ച് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. യെഹെസ്കേൽ 3:12. അപ്പോൾ ആത്മാവ് എന്നെ എടുത്തു. ഇന്ന് പകൽ പറഞ്ഞേ, പരിശുദ്ധാത്മാവ് എന്നെ എടുക്കുന്നു. പരിശുദ്ധാത്മാവ് എന്നെ എടുക്കുന്നു. ഇന്ന് പകൽ ആത്മാവ് നിന്നെ ലിഫ്റ്റ് ചെയ്യും. പരിശുദ്ധാത്മാവ് നിന്നെ ലിഫ്റ്റ് ചെയ്യും. പരിശുദ്ധാത്മാവ് നിന്നെ ലിഫ്റ്റ് ചെയ്യും. പരിശുദ്ധാത്മാവ് നിന്നെ ലിഫ്റ്റ് ചെയ്യും. ദൈവം ഒരു മനുഷ്യനെ എടുക്കുക എന്ന് പറയുമ്പോൾ ദൈവം ഒരു മനുഷ്യനെ രണ്ട് വിധത്തിലാണ് എടുക്കുന്നത്. ഒന്ന്, ദൈവം അവനെ പൂർണ്ണമായിട്ട് എടുക്കും. രണ്ട്, അവനിൽ നിന്ന് ചില ഭാഗങ്ങളെ ദൈവം എടുക്കും. ദൈവം അവനിൽ നിന്ന് ചിലതിനെയൊക്കെ എടുക്കും. ആദ്യം മനുഷ്യനായ ആദത്തിൽ നിന്ന് ദൈവം ഒരു പാർട്ട് എടുത്തു. ഞാൻ അതിലേക്ക് തിരികെ വരാം. ആമേൻ. എന്നാൽ ഇന്ന് പകൽക്കാലം സ്പിരിറ്റ് കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഞാൻ മുൻപോട്ട് പോവുകയാണ്. സഹോദരങ്ങളെ, സംഖ്യാപുസ്തകം 3-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ, സംഖ്യാപുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ദൈവം ഒരുത്തനെ എടുക്കുമ്പോൾ ദൈവം അവനോടൊരു കാര്യം പറയുകയാണ്. സംഖ്യാപുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം, ഇസ്രായേൽ മക്കളുടെ ഇടയിൽ പിറക്കുന്ന കടിഞ്ഞൂലിന് പകരം മതി. ആത്മാവ് എടുക്കുന്നതിനെ കുറിച്ച് ഇവിടെ പറയുകയാണ്. കടിഞ്ഞൂലിന് പകരം ഞാൻ ലേവ്യനെ എടുക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്നെ എടുക്കുന്നത് ചിലതിന് പകരമായിട്ടാണ് നിന്നെ എടുക്കുന്നത്. ചിലതിന് പകരമായി
ദൈവം ചിലതിനെ തള്ളി, ദൈവം ചിലതിനെ മാറ്റി, എന്നിട്ട് അതിന് പകരമായി ദൈവം എന്ത് ചെയ്യുകയാണ്? നിന്നെ എടുക്കുകയാണ്. ഇന്ന് പകൽ ദൈവം നിന്നെ എടുക്കുന്നത് ചിലതിനെയൊക്കെ മാറ്റി നിർത്തിയിട്ടാണെന്ന് തിരിച്ചറിയണം. പരിശുദ്ധാത്മാവ് ഇന്ന് നിന്നെ ലിഫ്റ്റ് ചെയ്യുകയാണ്. ആ ലിഫ്റ്റ് ചെയ്യുന്നത് ചിലരെയൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് നിന്നെ ലിഫ്റ്റ് ചെയ്യുന്നത്. ആദ്യജാതനെ മാറ്റി നിർത്തിയിട്ടാണ് ലേവ്യനെ എടുക്കുന്നത്. ഒരു പുരുഷനെ സംബന്ധിച്ച് അവന്റെ ആദ്യജാതൻ എന്ന് പറഞ്ഞാൽ അവന്റെ യൗവനത്തിന്റെ പ്രതാപം, അവന്റെ ശക്തിയുടെ ഔന്നത്യം യാക്കോബ് വിളിച്ചു പറഞ്ഞത്. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവളുടെ കടിഞ്ഞൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ ശരീരത്തിന്റെ ഏറ്റവും മഹത്വം പകരപ്പെടുന്നതാണ്. കർത്താവ് പറയുകയാണ്, അവന്റെ അപ്പന്റെ അമ്മയുടെയും ഏറ്റവും മഹത്വം പകരപ്പെട്ട ആ കടിഞ്ഞൂലിനെ ഞാൻ അങ്ങോട്ട് മാറ്റി നിർത്തി, എന്നിട്ട് ഞാൻ നിന്നെ എടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ അഴകും അളവും പ്രാപ്തിയും കഴിവും നോക്കി രൂപേനെ തെരഞ്ഞെടുക്കുമ്പോൾ ദൈവം പറയുക, അവൻ കഴിവും അളവും ശക്തിയും പ്രാപ്തിയും നോക്കി അവനെ തെരഞ്ഞെടുത്തപ്പോൾ നിന്റെ ബലഹീനതയെ നോക്കി, നിന്റെ കുറവുകളെ നോക്കി, നിന്റെ ഏകാന്തതകളെ നോക്കി ഞാൻ നിന്നെ തെരഞ്ഞെടുക്കുന്നു. ഇന്ന് പകൽക്കാലം ഇതിനകത്തൊരു തെരഞ്ഞെടുപ്പ് ദൈവം നൽകുകയാണ്. ദൈവം നിന്നെ എടുക്കുകയാണ്. കഴിവ് നോക്കിയല്ല, പ്രാപ്തി നോക്കിയല്ല, ബുദ്ധി നോക്കിയല്ല, നിന്റെ ബ്രോക്കൺനെസ് നോക്കി, നിന്റെ തകർച്ച നോക്കി, നിന്റെ എളിമ നോക്കി അവൻ നിന്നെ തെരഞ്ഞെടുക്കുകയാണ്. ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു മനശ്ശയിലെ ഏറ്റവും എളിയവനായ ഗിദെയോനെ തെരഞ്ഞെടുത്ത ദൈവം, അവൻ ഇശായിയുടെ വീട്ടിൽ ഏറ്റവും ചെറിയവനായ അഗണ്യമാക്കപ്പെട്ട ദാവീദിനെ എടുത്ത ദൈവം, ഇന്ന് പകൽ നിന്നെ എടുപ്പാൻ നിനക്കൊരു യോഗ്യതയുണ്ട്. ആ യോഗ്യത നിന്റെ അയോഗ്യത തന്നെയാണ്. ഇന്ന് പകൽ നിന്റെ അയോഗ്യതകളിൽ വ്യാപരിക്കുന്ന കൃപയെ സ്തുതിച്ചു പറഞ്ഞാട്ട് എന്റെ ദൈവം എന്നെ ഇന്ന് പകൽ ലിഫ്റ്റ് ചെയ്യുക. You shall be lifted in this place. പരിശുദ്ധാത്മാവ് നിന്നെ ലിഫ്റ്റ് ചെയ്യുക. കാരണം നീ ഒത്തിരി കുറവുള്ളവനാ. എന്നെ പരിശുദ്ധാത്മാവ് എടുത്തതിന്റെ കാരണം എന്നിൽ ഒത്തിരി കുറവുള്ളത് കാരണമാണ്, എന്നിൽ ഒത്തിരി ബലഹീനതയുള്ളത് കാരണമാണ്. സമ്പന്നരെ മാറ്റി നിർത്തി, സൗന്ദര്യമുള്ളവരെ മാറ്റി നിർത്തി, വിജ്ഞാനികളെ മാറ്റി നിർത്തി, പ്രാപ്തന്മാരെ മാറ്റി നിർത്തി, എളിയവനെ ദൈവം തിരഞ്ഞെടുത്തത്, എന്നെ എടുത്തത് അത് ആത്മാവിന്റെ ക്രൈറ്റീരിയ ആയതുകൊണ്ടാണ്. ഇന്ന് പകൽ എന്നെ എടുക്കുന്ന, എന്നെ എടുത്ത, എന്നെ വഹിക്കുന്ന അതേ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിന്നെയും എടുക്കുകയാണ്. ഇന്ന് പകൽ നിന്റെ ബലഹീനതകളെ നോക്കിയിട്ട് പറ, പരിശുദ്ധാത്മാവിനാൽ ഞാൻ എടുക്കപ്പെടോ. ഇന്ന് പകൽ നിന്റെ തകർച്ചകളെ നോക്കിയിട്ട് പറ, പരിശുദ്ധാത്മാവ് എന്നെ എടുക്ക. ഞാൻ ഒറ്റ വാക്കിൽ ഇങ്ങനെ പറയാ, മനുഷ്യൻ നിന്നെ മാറ്റി നിർത്താൻ കാരണമായതൊക്കെ ദൈവം നിന്നെ എടുക്കുവാൻ കാരണമായിരിക്കും. ഞാൻ ആവർത്തിക്കട്ടെ, മനുഷ്യൻ നിന്നെ മാറ്റി നിർത്താൻ കാരണമായതൊക്കെയോ ദൈവം നിന്നെ ഏറ്റെടുക്കുവാൻ കാരണമായിരിക്കും. ആമേൻ. ഇന്ന് പകൽ വിളിച്ചു പറഞ്ഞാട്ട് എന്ത് കാരണത്തിൽ നീ റിജക്റ്റ് ആയോ, എന്ത് കാരണത്തിൽ നീ ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ടോ, എന്ത് കാര്യത്തിൽ നീ ഔട്ട്കാസ്റ്റ് ചെയ്യപ്പെട്ടോ, അതേ വിഷയത്തിന്റെ മേൽ ഇന്ന് പകൽ അഭിഷേകം നിന്നെ ടച്ച് ചെയ്യുകയാണ്. അതേ വിഷയത്തിന്റെ മേൽ ദൈവകൃപ നിന്നെ തൊടുകയാണ്. ഇന്ന് പകൽ നിന്റെ ശാപമെന്ന് മനുഷ്യൻ പറഞ്ഞത്, നിന്റെ ഗതികേടെന്ന് മനുഷ്യൻ പറഞ്ഞത് ഇന്ന് പകൽ നിന്റെ വിടുതലായി മാറ്റപ്പെടുകയാണ്. ഇന്ന് പകൽ ഞാൻ വ്യക്തിപരമായി ഒരാളോട് ആത്മാവിൽ സംസാരിക്കുന്നു. നീ ജനിച്ചതിന് ശേഷമാ വീട്ടിൽ പ്രശ്നം മൊത്തം. കുഞ്ഞെ, നീ ജനിച്ചതിന് ശേഷമാ വീട്ടിൽ പ്രശ്നം മൊത്തം. നാള് വെച്ച് ജ്യോതിഷം വെച്ച് നോക്കിയാൽ നിന്റെ നാളിന്റെ ദോഷമാ. പക്ഷേ ഇന്ന് ദൈവത്തിന്റെ വചനം നിനക്കൊരു ഓപ്ഷൻ തരികയാണ്. ദൈവത്തിന്റെ വചനം നിനക്കൊരു ഓപ്പർച്യൂണിറ്റി തരികയാണ്. ജ്യോതിഷം പറഞ്ഞു നിന്റെ ജന്മനക്ഷത്രമോ നീ പിറന്ന സമയവുമാണ് പലതിനും കാരണമെന്ന്. പക്ഷെ ഇന്ന് പകൽ ദൈവം അത് തിരിച്ചെഴുതുകയാണ്. നീ ആയിരിക്കും നിന്റെ വീടിന്റെ വിടുതൽ, നീ ആയിരിക്കും നിന്റെ വീടിന്റെ മാന്യത, നീ ആയിരിക്കും നിന്റെ വീടിന്റെ ഉയർച്ച. എവിടെ മനുഷ്യൻ നിന്നെ നോക്കി നീയാണ് കുടുംബത്തിന്റെ ശാപമെന്ന് പറഞ്ഞോ, ഇന്ന് പകൽ ആത്മാവ് നിന്നെ എടുത്തിട്ട് തിരികെ പറയാൻ പോകുകയോ, നീ കുടുംബത്തിന്റെ അല്ല കാലഘട്ടത്തിന്റെ തന്നെ ഒരു ചലനമാകാൻ പോകുകയോ. പരിശുദ്ധാത്മാവ് തൊടട്ടു നിന്നെ, പരിശുദ്ധാത്മാവ് ലിഫ്റ്റ് ചെയ്യുന്നു. ഇന്ന് ഈ പകൽക്കാലം ശാപമെന്ന് എഴുതി തള്ളിയ ചിലതിനെ, മുടിഞ്ഞതെന്ന് എഴുതി തള്ളിയ ചിലതിനെ, ഒന്നിനും കൊള്ളാത്തതെന്ന് എഴുതി തള്ളിയ ചിലതിനെ പരിശുദ്ധാത്മാവ്
ഇന്ന് പകൽ ആത്മാവ് നിന്റെ അയോഗ്യതകളുടെ നടുവിൽ നിന്നെ എടുക്കുകയാണ്. അവൻ നിന്നെ എടുക്കുക. പക്ഷേ എടുത്തിട്ട് ദൈവം പറയുകയാണ്, ആമേൻ, ഞാൻ കടിഞ്ഞൂലിന് പകരം അവനെ എടുത്തു. പക്ഷേ ഞാൻ അവനെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഒറ്റ കണ്ടീഷൻ ഉണ്ട്. എന്താണ് ആ കണ്ടീഷൻ എന്നറിയാമോ? അത് അടുത്ത ഭാഗം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സംഖ്യ 3:12. ഞാൻ ഇസ്രായേലിലെ കടിഞ്ഞൂലുകൾക്ക് പകരം ലേവ്യരെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അടുത്ത ഭാഗം, അവർ അല്ലല്ല, ഇസ്രായേൽ മക്കളിൽ നിന്ന് എടുത്തിരിക്കുന്നു. ലേവ്യർ എനിക്കുള്ളവരായിരിക്കണം. ഇന്ന് പകൽക്കാലം സ്പിരിറ്റ് റലം ഓപ്പൺ ആകാൻ പോകുന്നതിന് മുൻപേ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങൾ, യൗവനക്കാർ, ദൈവമക്കളോടൊക്കെ പറയട്ടെ, പരിശുദ്ധാത്മാവ് നിന്നെ ലിഫ്റ്റ് ചെയ്യും. നിന്റെ മേൽ അൺയൂഷ്വൽ കൃപാവരങ്ങൾ ദൈവം നൽകും. പക്ഷേ ദൈവം ഒരു കാര്യം ഡിമാൻഡ് ചെയ്യുകയാണ്, നീ എനിക്കുള്ളവനായിരിക്കണം. നീ എനിക്കുള്ളവനായിരിക്കണം. നീ എനിക്കുള്ളവനായിരിക്കണം. നീ എനിക്കുള്ളവനായിരിക്കണം. ഇന്ന് പകൽ കർത്താവ് നിന്റെ മുൻപാകെ കൈ നീട്ടിട്ട് ചോദിക്കുന്നു, വിൽ യു ബി മൈൻ? നീ എനിക്കുള്ളവനായിരിക്കുമോ? നീ എൻ്റേത് മാത്രമായിരിക്കുമോ? നിന്റെ ആയുസിന്റെ അന്ത്യശ്വാസം വരെയോ നീ എനിക്ക് വേണ്ടി മാത്രം ജീവിക്കാമോ? നീ എനിക്ക് വേണ്ടി മാത്രം ഒന്ന് സെപ്പറേറ്റ് ചെയ്യാമോ? ലോകസുഖം വേണ്ട എന്ന്, പാപത്തിന്റെ ഇമ്പങ്ങൾ വേണ്ട എന്ന്, ദാടിമോടികൾ വേണ്ട എന്ന്, ലോകത്തിന്റെ ട്രെൻഡ് വേണ്ട എന്ന്, ലോകത്തിന്റെ സുഖം വേണ്ട എന്ന്, ലോകത്തിന്റെ ഫാഷൻ വേണ്ട, എനിക്ക് യേശു മതി എന്ന്, ഞാൻ യേശുവിനുള്ളവനായിരിക്കാമെന്ന്, ഞാൻ കർത്താവിന്റെ പ്രോപ്പർട്ടി ആയിരിക്കാമെന്ന്, ഞാൻ കർത്താവിന്റെ വകയായിരിക്കാമെന്ന്. ഇഫ് യു ആർ റെഡി ടു സറണ്ടർ ഫോർ ക്രൈസ്റ്റ്, ഇന്ന് പകൽ കർത്താവ് ചോദിക്കുന്നു, ഒന്ന് പറയാമോ കർത്താവിന്റെ അടുക്കൽ, ഞാൻ നിനക്കുള്ളവനായിരിക്കാം, ഞാൻ നിനക്കുള്ളവനായിരിക്കാം. ഇന്ന് പകൽ മനപ്രേരണയുള്ള, ആത്മപ്രേരണയുള്ള കുഞ്ഞുങ്ങൾ മാത്രം കരങ്ങളെ ഉയർത്തി പറഞ്ഞോട്ട്, എനിക്കൊരായുസുണ്ടെങ്കിൽ അത് കർത്താവിന് വേണ്ടി മാത്രമായിരിക്കാം. ഞാൻ നിനക്കുള്ളവനായിരിക്കാം. ഞാനൊരു സംഘടനയ്ക്ക് വേണ്ടി നിൽക്കത്തില്ല, ഞാനൊരു രാഷ്ട്രീയത്തിന് വേണ്ടി നിൽക്കത്തില്ല, ഞാനൊരു മനുഷ്യന് വേണ്ടി നിൽക്കത്തില്ല. ഞാൻ നിൽക്കുന്നെങ്കിൽ അത് യേശുവിന് വേണ്ടി, ഞാൻ നിൽക്കുന്നെങ്കിൽ അത് ദൈവത്തിന് വേണ്ടി, ജീവിക്കുന്നുവെങ്കിൽ അത് ക്രിസ്തുവിനായി, ജീവിക്കുന്നുവെങ്കിൽ അത് ക്രിസ്തുവിനായി. പണത്തിന് വേണ്ടിയല്ല, പ്രശസ്തിക്ക് വേണ്ടിയല്ല, സ്ഥാനത്തിന് വേണ്ടിയല്ല, മാനത്തിന് വേണ്ടിയല്ല. ഞാൻ ജീവിക്കുന്നത് യേശുവിന് വേണ്ടി. ഇന്ന് പകൽ ഉയർന്ന കരങ്ങളോടെ, ഉറച്ച ശബ്ദത്തോടെ വിളിച്ചു പറയട്ടെ, യേശു മതി, യേശു മതി, ഓൺലി ജീസസ്. ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയും യാത്ര ചെയ്യും ഞാൻ, ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ, യേശുവിനാൽ ജീവൻ വച്ചിടും രക്ഷകനാ, അന്ത്യശ്വാസം വരെയോ ജീവൻ വച്ചിടും രക്ഷക. എല്ലാ കരങ്ങളും ഉയർത്തി അതൊന്ന് പറഞ്ഞേ, അന്ത്യശ്വാസം വരെയോ യാത്ര ചെയ്യൂ. എല്ലാ കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി, ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ, യേശുവിനായി ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയോ എൻ ജീവൻ വച്ചിടും രക്ഷകനായി, അന്ത്യശ്വാസം വരെയോ ജീവൻ
വച്ചിടും രക്ഷകനാ അന്ത്യ ശ്വാസം വരെയോ എൻ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യ ശ്വാസം എനിക്ക് യേശു മാത്രം മതി എനിക്ക് യേശു മാത്രം എന്നും യേശു മാത്രം മതി എനിക്ക് യേശു കർത്താവ് നിന്നെ എടുക്കും. ഒരൊറ്റ കണ്ടീഷൻ മാത്രം, നീ കർത്താവിനുള്ളവനായിരിക്കണം. അടുത്തതായി കർത്താവ് പറയുകയാണ്, ഞാൻ അവനെ എടുക്കും. ഞാൻ അവനെ എടുത്താൽ എന്ത് ചെയ്യുമെന്നറിയാമോ? സംഖ്യാപുസ്തകം 8-ാം അധ്യായം. സംഖ്യാപുസ്തകം 8-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 6-ാം വാക്യത്തിൽ പറയുകയാണ്, ആത്മാവ് ഒരുവനെ എടുത്താൽ അടുത്തത് സംഭവിക്കുന്നത്, ലേവ്യരെ ഇസ്രായേൽ മക്കളുടെ ശുചീകരിക്കുക. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ഒരുത്തനെ എടുത്താൽ എന്തോ സംഭവിക്കും? ശുചീകരിക്കും. ദൈവത്തിന്റെ ആത്മാവ് ഒരു മനുഷ്യനെ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ ശുദ്ധീകരിക്കും. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഒരു വിശുദ്ധ ജീവിതം ആഗ്രഹിക്കുന്നവനെ മാത്രമേ ദൈവത്തിന്റെ ആത്മാവ് എടുക്കുകയുള്ളൂ. അവൻ ദൈവം വിശുദ്ധനാണ്, ദൈവത്തിന്റെ സ്വഭാവം വിശുദ്ധമാണ്, ദൈവത്തിന്റെ ആംബിയൻസ് വിശുദ്ധമാണ്, ദൈവത്തിന്റെ മണം പോലും വിശുദ്ധമാണ്. ആകയാൽ വിശുദ്ധിയെ സ്നേഹിക്കുന്നവനെ മാത്രമേ ദൈവത്തിന്റെ ആത്മാവ് എന്ത് ചെയ്യത്തുള്ളൂ? എടുക്കുകയുള്ളൂ. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എടുത്തു കഴിഞ്ഞാൽ അവനെ എന്ത് ചെയ്യോ? ശുദ്ധീകരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് ഒരുവനെ എടുത്തു കഴിഞ്ഞാൽ, ഞാനിരുന്ന് ലേവി പുത്രന്മാരെ പൊന്നുപോലെയോ വെള്ളി പോലെയോ ശുദ്ധീകരിക്കുക. ഞാൻ ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെയോ അലക്കുന്നവന്റെ ചാരവെള്ളം പോലെയും ഇരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് ഒരുത്തനെ എടുത്തു കഴിഞ്ഞാൽ, ആമേ, ദൈവം ഇങ്ങനെ അവനെ കൈവെള്ളയിൽ ഇങ്ങനെ പൂമത്തയിൽ കൊണ്ടു നടക്കുമെന്ന് ചിന്തിക്കരുത്. ദൈവത്തിന്റെ ആത്മാവ് ഒരുത്തനെ എടുത്തു കഴിഞ്ഞാൽ അടുത്തത് പറയുകയാണ്, ഞാൻ അവൻ ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെ ഇരിക്കുക. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനാൽ ഒരുത്തൻ ലിഫ്റ്റ് ചെയ്യപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് അവനോട് ഇടപെടുന്ന സിസ്റ്റം മാറാൻ തുടങ്ങോ, പരിശുദ്ധാത്മാവ് അവനോടുള്ള ഡീലിംഗ് മാറാൻ തുടങ്ങോ. അമേ അമേ ഞാൻ ഇന്ന് പകൽക്കാല ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ഏതൊക്കെയോ നിയോഗം ലഭിച്ച ശുശ്രൂഷയുടെ കണക്ഷൻ കിടക്കുന്ന ചിലർ ഇതിനകത്ത് പരിശുദ്ധാത്മാവിനെ അവരിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോവുകയാണ്. ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ അടുക്കൽ പറയട്ടെ, ശുശ്രൂഷയില്ലാത്ത ഒരു മനുഷ്യനോട് പരിശുദ്ധാത്മാവ് ഡീൽ ചെയ്യുന്നത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരിക്കാം. പക്ഷെ ശുശ്രൂഷയുള്ള ഒരുത്തനോട് പരിശുദ്ധാത്മാവ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടായിരിക്കത്തില്ല. അവൻ ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെ ഇരിക്കുക. ഇന്ന് പകൽ the Lord is going to deal with you as a cleansing fire. Yela barararara sataria raharparia. ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെ, ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെ. അടുത്തത് പറയുകയാണ്, അലക്കുന്നവന്റെ ചാരവെള്ളം പോലെ. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, ഊതിക്കഴിക്കുന്ന തീയുടെയും സ്തോത്ര അലക്കുന്ന ചാരവെള്ളത്തിന്റെയും പ്രത്യേകത എന്താണെന്ന് അറിയാമോ? തീ തളിക്കുകയല്ല, ഊതി
കഴിക്കുന്ന തീക്കകത്തേക്ക് ഈ സാധനം എന്ത് ചെയ്യുകയാണ്? ഈ സാധനം ഇറക്കി വെക്കുക. ഒരു സ്വർണത്തിന്റെ മേൽ തീ ഇങ്ങനെ ഊതി വിടുകയല്ല, ആ തീക്കകത്തേക്ക് ഈ സ്വർണം ഇറക്കുക. ആമേൻ. ഇതുപോലെ അലക്കുന്നവന്റെ ചാരവെള്ളത്തിലേക്ക് തുണി എന്ത് ചെയ്യുക? തുണിയിൽ ചാരവെള്ളം തളിച്ചാൽ നടക്കുവോ? സോപ്പ് വെള്ളം തുണിയെ തളിച്ചാൽ നടക്കുവോ? ഇല്ല. പകരം സോപ്പ് വെള്ളത്തിനകത്തേക്ക് ഈ തുണി ഇറക്കി വെക്കുക. ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുകയാണ്, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് നിന്നെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ you shall be immersed in the spirit. പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് നിന്നെ അതിനകത്ത് ഇങ്ങനെ മുക്കി വെക്കുക. ആ പരിശുദ്ധാത്മാവ് നിന്നെ മുക്കി വെച്ച് കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവ് നിന്നെ മുക്കി വെച്ച് കഴിയുമ്പോൾ നിന്റെ അകത്ത് മുറുകെ പറ്റിക്കിടക്കുന്ന പാപങ്ങൾ അതിങ്ങനെ അലിഞ്ഞ് ബന്ധം വിട്ടുപോകുന്നത് കാണാൻ കഴിയുക. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചിലരുടെ മേൽ ഇറങ്ങുകയാണ്. Some stains are going to be moved out. നിന്റെ മേൽ കിടക്കുന്ന ചില കറകൾ, നിന്റെ മേൽ കിടക്കുന്ന ചില കറകൾ പരിശുദ്ധാത്മാവ് എടുത്ത് കളയാൻ പോവുകയാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, 1000 പ്രസംഗം കൊണ്ട് ഒരുത്തനെ നന്നാക്കാൻ കഴിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് 1 മിനിറ്റ് ഒരുത്തന്റെ മേളിൽ അടിച്ചാൽ മതി, അവൻ അപ്പടി സാങ്ക്ടിഫൈ ആകാം. ഇന്ന് പകൽക്കാല ശുശ്രൂഷയുടെ നിയോഗത്തിനെതിരെ കിടക്കുന്ന പാപത്തിന്റെ പ്രമാണങ്ങൾ, പാപത്തിന്റെ ശക്തികൾ ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവ് അഴിച്ചു മാറ്റുകയാണ്. ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെ, ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെ, അലക്കുന്നവന്റെ ചാരവെള്ളം പോലെ ഒരു അഭിഷേകം ഇതിനകത്ത് റിലീസ് ആവുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ a sanctifying fire, a sanctifying flow of water. Holy Spirit, Holy Spirit. Yes, ഇത് ശുശ്രൂഷയുടെ നിയോഗമുള്ളവർക്ക് വേണ്ടിയാണ് ചില മിനിറ്റുകൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. നിന്റെ മേലിൽ ഒരു വിശുദ്ധിയുടെ അഭിഷേകം വരികയാണ്. യെസ്, യെശയ്യാവിന്റെ നാവിന്മേൽ തീ തൊട്ടതുപോലെ. യെസ്, ടച്ച്. അല്ല ബഹസറ്റേനിയ, അമ്മയുടെ ഉദരത്തിൽ വെച്ച് യെരമ്യാവിനെ ശുദ്ധീകരിച്ച് വേർതിരിച്ചതുപോലെ, യെസ്, യെശയ്യാവിനെ കനല് തൊട്ടതുപോലെ ഫയർ ഈസ് ടച്ചിങ് യു. കർത്താവിന്റെ മകളെ, ഒരു തീ നിന്നെ തൊടുന്നു, ഒരു തീ നിന്നെ തൊടുന്നു, ഒരു ദൈവകൃപയുടെ അഗ്നി. യെസ് യെസ് യെസ്